السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين يتلون كتاب الله وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبورا ليوفيهم أجورهم ويزيدهم من فضله إنه غفور شكور. صدق الله مولانا العظيم. وقال النبي صلى الله عليه وسلم: من قرأ حرفا من كتاب الله فله حسنة والحسنة بعشرة أمثال. صدق رسول الله. ودواء قلب خمسة فتلاوة بتدبر المعنى وللبطن الخلاء وقيام ليل والتضرع بالسهر ومجالسات الصالحين الفضلاء. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد. الله سبحانه وتعالى നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും പറയലും ശ്രവിക്കലുമെല്ലാം അവൻ പൊരുത്തപ്പെട്ട സ്വാലിയായ അഅ്മാലുകളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്ത് മുറാദ് വെച്ചുകൊണ്ട് ഇവിടെ ഭാഗവാക്കായിട്ടുണ്ടോ അസ്ഹാബുൽ ബദരീങ്ങളെ ബറക്കത്തുകൊണ്ട്, സയ്യിദുനാ ത്വാഹിർ ലഹദൽ തങ്ങൾ ഉസ്താദിന്റെ ബറക്കത്തുകൊണ്ട്, ഷരീഫ ബീബി ഉമ്മയുടെ ബറക്കത്തുകൊണ്ട് എല്ലാവിധ ഹലാലായ ഉദ്ദേശം അല്ലാഹു ഹാസിലാക്കി തരുമാറാകട്ടെ. പ്രയാസങ്ങൾ വിഷമങ്ങൾ അല്ലാഹു തീർത്തു തരട്ടെ. എന്ത് രോഗാണുക്കളുണ്ടെങ്കിലും മഹാന്മാരുടെ ബറക്കത്തുകൊണ്ട് റബ്ബേ നീ ശിഫ നൽകണേ അല്ലാഹ്. മുഹിമ്മാത്തുൽ മുസ്ലിമീൻ എഡ്യൂക്കേഷൻ സെന്റർ എന്ന മഹത്തായ ഈ സ്ഥാപനത്തിൻ്റെ സമൂഹത്തിന് ആവശ്യമായ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നടത്തുന്നതോടൊപ്പം പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റമദാനിൽ ഈ സ്ഥാപനത്തിൻ്റെ
പരിസരത്തുള്ളവർക്കും മറ്റും അല്ലാഹുവിൻ്റെ ദീനിൻ്റെ ഉലൂമുകൾ കരസ്ഥമാക്കുന്നതിന് വേണ്ടി നടന്നുവരുന്ന മുഹിമ്മാത്ത് റമളാൻ പ്രഭാഷണ സംഗമത്തിലാണ് നാം. കഴിഞ്ഞ 3 ദിവസക്കാലം വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ നിങ്ങൾ പഠിച്ചു. ഇന്ന് സംവദിക്കുന്ന വിഷയം വിശുദ്ധ ഖുർആനിന്റെ മഹത്വവും നേട്ടവും എന്ന വിഷയത്തെ കുറിച്ചാണ്. നല്ലത് പറയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വിശുദ്ധ റമളാൻ ഖുർആൻ അവതീർണമായ മാസമാണ്. വിശുദ്ധ ഖുർആന്റെ അവതീർണം വിശുദ്ധ റമളാനിലാണ്. വിശുദ്ധ റമളാൻ ഖുർആന്റെ വാർഷികം കൊണ്ടാടുന്ന സമയമാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ ഖുർആനുമായി ഒരുപാട് കടമകളുണ്ട്, കടപ്പാടുകളുണ്ട്. കാരണം ആ വിശുദ്ധ ഖുർആനാണ് നമുക്ക് വെളിച്ചം വീശുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതം ഏത് രീതിയിലാകണമെന്ന് കൃത്യമായി വിശുദ്ധ ഖുർആനിൽ വിവരിച്ചിട്ടുണ്ട്. ആ ഖുർആനിന്റെ ആളുകളാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തുകളാകുന്ന നാം. വിശുദ്ധ ഖുർആൻ വലിയ സ്ഥാനമറിയിക്കുന്നുണ്ട്. ലോകത്ത് തുല്യതയില്ലാത്ത ഒരു ഗ്രന്ഥമാണ് ഖുർആൻ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരുപാട് അമാനുഷികതകളിൽ നിന്ന്, മുഅ്ജിസത്തുകളിൽ നിന്ന് ലോകാവസാനം വരെ വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസമില്ലാതെ, യാതൊരു കേടുപാടുമില്ലാതെ നിലനിൽക്കുന്ന മുഅ്ജിസത്താണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ വിശ്വാസികളുടെ ഭരണഘടനയാണ്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒന്നാമത്തെ പ്രമാണം ഒരു വിശ്വാസിയുടെ എല്ലാ ജീവിത ശൈലികളും സംവിധാനങ്ങളൊക്കെ കൃത്യമായി പഠിപ്പിച്ച ഏറ്റവും വലിയ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഖുർആനിനോളം ഒരു ഗ്രന്ഥവും ഇന്നുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുമില്ല. ആ ഖുർആന്റെ ഘടന അത്രമേൽ വലുതാണ്. ഖുർആൻ അവതീർണമാവുന്ന കാലത്ത് വലിയ വലിയ കവികളും സാഹിത്യ ലോകത്ത് ഉന്നത ശ്രേണിയിൽ ജീവിച്ച ആളുകളായിരുന്നു.
അവരിലേക്ക് ഖുർആൻ അവതീർണമായി. എന്നിട്ട് പോലും ആ ഖുർആനോട് തുല്യമായ ഒരു വരി അല്ലെങ്കിൽ ഒരു വേർഡ് അവർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. നിമിഷങ്ങൾക്കകം അവർ ചെറിയ ഒരു കവിതയുടെ തുണ്ടം ലഭിച്ചാൽ ആ തുണ്ടൻ കവിത അതിനപ്പുറം അവർക്ക് എന്താണ് ചേർത്ത് കൊടുക്കേണ്ടത് എന്ന് അറിയാമായിരുന്നു. ഇംറുൽ ഖൈസിനെ പോലുള്ള വലിയ വലിയ കവികൾ ജീവിച്ചൊരു കാലത്ത് എല്ലാ കവിതകളിലും ആ കവിത ലോകത്ത് എല്ലാവരെയും പരാജയപ്പെടുത്തി ഒന്നാം സ്ഥാനത്ത് കഴിയുന്ന ഇംറുൽ ഖൈസിനെ കവിതയിലൂടെ പരാജയപ്പെടുത്താൻ കഴിയാത്ത ശത്രുക്കൾ അദ്ദേഹത്തെ അറിയാതെ കൊണ്ടുപോയി ചതിപ്രയോഗത്തിലൂടെ കൊലപ്പെടുത്തി. ആ കൊലപ്പെടുത്തുന്ന സമയത്ത് അന്ത്യാഭിലാഷമായി അദ്ദേഹം ആവശ്യപ്പെട്ടത്, ഘാതകരോട് ആവശ്യപ്പെട്ടത്, ഏതൊരാൾക്കും അന്ത്യാഭിലാഷം അനുവദിച്ചു കൊടുക്കുന്ന വിഷയമാണ്. അവസാനമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാനൊരു തുണ്ടൻ കവിത നിങ്ങളെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. എന്റെ വീട്ടിൽ എന്റെ പെൺമക്കള് 2 പെൺമക്കളുണ്ട്. അവരിലേക്ക് അത് കൊടുത്ത് അവരിലേക്ക് നിങ്ങൾ എത്തിക്കണം. ആയിക്കോട്ടെ, സമ്മതിച്ചു. ആ കവിതയുടെ വരി, യബ്നാത ഇംറുൽ ഖൈസി ഇന്നാ അബാകുമാ. ഓ ഇംറുൽ ഖൈസിന്റെ പെൺമക്കളെ, നിശ്ചയം നിങ്ങളുടെ പിതാവ്. ഇത്ര മാത്രമാണ് എഴുതി കൊടുത്തത്. അവരുടെ കൃത്യം നിർവഹിച്ച് ഇംറുൽ ഖൈസിനെ കൊലപ്പെടുത്തി ഈ തുണ്ടൻ കവിതയുമായി ഇംറുൽ ഖൈസിന്റെ വീട് ലക്ഷ്യമാക്കി അവര് പുറപ്പെട്ടു. അങ്ങനെ വീട്ടിലെത്തി. ആ സമയത്ത് പഴയ കാലത്ത് ഈ നെല്ലൊക്കെ നമ്മുടെ നാട്ടിൽ ഈ ഒലക്ക എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതില് കുത്തിയാണ് അല്ലെ, നെല്ല് കുത്തിയിട്ടാണ്. ഇപ്പൊ പിന്നൊക്കെ മില്ലും മിഷനൊക്കെ ആയി അല്ലെ. അന്നാ പ്രത്യേക ഒരു പാട്ടൊക്കെ ഉണ്ട് നെല്ല് കുത്തുമ്പൊക്കെ. ചെറുപ്പത്തിൽ ഇങ്ങനെ നമുക്കൊക്കെ ഇങ്ങനെ വയലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ അവിടുന്ന് ഇങ്ങനെ പ്രത്യേകമായി നെല്ല് കുത്തി നല്ല രസമാണ്. അപ്പോ അങ്ങനെ നെല്ല് കുത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഈ തുണ്ടൻ കവിത ഇംറുൽ ഖൈസിന്റെ മക്കൾക്ക് വെച്ചു കൊടുത്തു. യബ്നാത ഇംറുൽ ഖൈസി ഇന്നാ അബാകുമാ എന്ന് വരുന്ന ആ തുണ്ടൻ കവിത കൊടുത്തപ്പോ അതിനപ്പുറം ആ മക്കൾ ചേർക്കുകയാണ്, പൂരിപ്പിക്കുകയാണ്. ഖതീലും ഫൈനൽ ഖാതിലാനി ലദൈകുമാ. അത് നൽകിയ വരി എന്താണ്? ഇംറുൽ ഖൈസിന്റെ പെൺമക്കളെ, നിശ്ചയം നിങ്ങളെ പിതാവ്. ആ വരി കിട്ടിയപ്പോ അങ്ങോട്ടവർ പൂരിപ്പിക്കുകയാണ്, ഖതീലും കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ്, കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഫൈനൽ ഖാതിലാനി ലദൈകുമാ. ഘാതകരെവിടെയും പോയി അന്വേഷിക്കേണ്ട, പരാതി ഒന്നും കൊടുക്കണ്ട, നിങ്ങളെ മുമ്പ് തന്നെ ഉണ്ട്. ഇത് എവിടെന്നാ ഉണ്ടായത്? നൽകിയത് യബ്നാത ഇംറുൽ ഖൈസി ഇന്നാ അബാകുമാ. ഈ വരി മാത്രമാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ആ മക്കള് പൂരിപ്പിക്കുകയാണ്. അപ്പൊ അത്രമേൽ ഒരു വരി അപ്പുറം എന്ത് ചേർത്ത് കൊടുക്കണമെന്ന അത്രയും വിശാലമായ അറിവ് കവിതാരംഗത്തും സാഹിത്യരംഗത്തൊക്കെ കൈവരിച്ചൊരു സമൂഹമായിരുന്നു അന്നത്തെ സമൂഹം. അങ്ങനെ ഘാതകൻ മുമ്പിലുണ്ട് എന്ന് പറയുമ്പോ ഏത് മക്കളും അവരെ വെറുതെ വിടും. അവരെ അടിച്ച് കൊലപ്പെടുത്തിയൊക്കെ ചരിത്രത്തിൽ കാണുന്നുണ്ട്. പറഞ്ഞു വന്ന വിഷയം, ആ നിലക്ക് സാഹിത്യ സമ്പുഷ്ടരായ ഒരു സമൂഹത്തിലേക്ക് വിശുദ്ധ ഖുർആൻ അവതീർണമായി. അങ്ങനെയുള്ള ഖുർആനോട് കിടപിടിക്കാൻ ഇന്ന് വരെ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. ആ നിലക്ക് വലിയ മഹത്വം അറിയിക്കുന്നതാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആന് ഖിയാമത്ത് നാൾ വരെ
അള്ളാഹു സംരക്ഷിക്കുമെന്ന് വിശുദ്ധ ഖുർആനിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ആ ഖുർആന്റെ വാഹകരാകുന്ന നമ്മൾ ആ വിശുദ്ധ ഖുർആനെ വലിയ മഹത്വത്തോടെ കാണേണ്ടവരാണ്. ആ ഖുർആൻ അർഹിക്കുന്ന ആ ആദാബുകൾ നൽകേണ്ടവരാണ്. ആ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അതിനോട് കടമ നിർവഹിക്കേണ്ടവരാണ്. അതിന് ഏറ്റവും ഉപയുക്തമായ സമയമാണ് വിശുദ്ധ റമദാൻ. കാരണം ഖുർആൻ അവതീർണമായത് വിശുദ്ധ റമദാനിലാണ്. ആ റമദാനിക്ക് മഹത്വമുണ്ടാകാൻ കാരണം ഖുർആൻ അവതീർണമായതുകൊണ്ടാണ്. ആ ഖുർആൻ അവതീർണമായ റമദാനിൽ നമ്മൾ പരമാവധി ഖുർആൻ ഓതുന്നവരാകണം. ഖുർആൻ ഓതുന്നവരെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വഅഖാമുസ്സലാത വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ യർജൂന തിജാറതൻ ലൻ തബൂറാ ليوفيهم أجورهم ويزيدهم من فضله إنه غفور شكور. നിശ്ചയം അല്ലാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ, ആ ഖുർആൻ പാരായണം ചെയ്യുന്നവർ വഖാമുസ്സലാഹ, ഖുർആൻ പാരായണം ചെയ്യുകയും നിസ്കാരം മുറ പോലെ നിർവഹിക്കുകയും ചെയ്യുന്നവർ വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ, അതേ നാം നൽകിയതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും അല്ലാഹു പൊരുത്തപ്പെട്ട രീതിയിൽ ചെലവഴിക്കുകയും ചെയ്യുന്നവർ യർജൂന തിജാറതൻ ലൻ തബൂറാ, ഒരിക്കലും നഷ്ടം വരാത്ത വ്യവഹാരമാണ്, കച്ചവടമാണ് അവർ അതിലൂടെ ലക്ഷ്യമാക്കുന്നത്. അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകൂല, ഒരിക്കലും നീങ്ങിപ്പോകൂല. ليوفيهم أجورهم ويزيدهم من فضله إنه غفور شكور. ആ ഖുർആൻ ഓതുന്നവർക്ക്, അതുപോലെ നിസ്കാരം കൃത്യമായി നിലനിർത്തി പോരുന്നവർ, രഹസ്യവും പരസ്യമായി അല്ലാഹുവിന്റെ പ്രീതി ലക്ഷ്യമാക്കിക്കൊണ്ട് അവൻ നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവർക്ക് അല്ലാഹ് അവർക്കർഹിക്കുന്നതായ പ്രതിഫലം പൂർണ്ണമായി നിർവഹിക്കുന്നു. അവർക്ക് പൂർത്തിയാക്കി നൽകാനും വയസീദുഹും മിൻ ഫളിഹി, അതിന് പുറമേ അവന്റെ ഔദാര്യത്തിൽ ധാരാളമായി അവൻ വർദ്ധിപ്പിച്ചു നൽകുന്നു. ഇന്നഹു ഗഫൂറുൻ ശകൂർ, അല്ലാഹ് ധാരാളം പൊറുക്കുന്നവനാണ്, അവൻ നന്ദിയുള്ളവനുമാണ്. ഇവിടെ ഈ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നത്, ഖുർആൻ ഓതുന്നവർ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവർ, അതുപോലെ നിസ്കാരം കൃത്യമായി നിലനിർത്തുന്നവർ. അപ്പൊ ഖുർആന് നിസ്കാരത്തിലും ഖുർആൻ ഓതലുണ്ട്, അതുകൊണ്ടാണ് രണ്ടും അവിടെ ചേർത്ത് പറയുന്നുണ്ട്. അപ്പൊ ഖുർആൻ പാരായണം ചെയ്യുന്നവർ, അവർ ചെയ്യുന്ന ആ പ്രവർത്തനം അവർക്ക് ഒരിക്കലും നഷ്ടപ്പെടാത്ത വ്യവഹാരമാണ്, കച്ചവടമാണ് അവർ ചെയ്യുന്നത്. അഥവാ പൊതുവെ കച്ചവടം ചെയ്യുന്നത് നമുക്ക് ലാഭമുണ്ടാക്കി നമ്മുടെ ജീവിതം വളരെ സന്തോഷത്തോടെ കഴിയാനാണ്. എന്നാ ഖുർആൻ ഓതിക്കൊണ്ടുള്ള ഈ വ്യവഹാരം, അവർ സമ്പാദിക്കുന്ന ഈ കച്ചവടം പരലോകത്ത് സുഖമായി കഴിയാൻ, വിശാലമായ സ്വർഗത്തിൽ വസിക്കാനുള്ള വഴിയായിട്ടാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്റെ സഹോദരന്മാർ, സഹോദരിമാർ, വിശുദ്ധ റമളാനിൽ നമുക്ക് ലഭിച്ച ഈ അവസരങ്ങൾ നഷ്ടപ്പെടുത്താതെ നമ്മൾ ഖുർആൻ ഓതാൻ വേണ്ടി സമയം കണ്ടെത്തണം. ഖുർആൻ ഓതാൻ വേണ്ടി സമയം കണ്ടെത്തണം. ഖുർആൻ അത് നമ്മുടെ ഒരു കൂടപ്പിറപ്പ് പോലെയായി നമ്മൾ കാണണം. എല്ലാ സമയങ്ങളിലും പരമാവധി അത്യാവശ്യമായ വേലകളൊക്കെ നമ്മൾ മാറ്റിവെച്ച്
പരമാവധി ഖുർആൻ ഓതാനുള്ള സമയം നമ്മൾ കണ്ടെത്തണം. ആ ഖുർആൻ ഓതുക എന്നത് വിശ്വാസിയുടെ ഏറ്റവും വലിയ ഗുണങ്ങളായി മഹാന്മാര് പറയുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ശരിക്കും മനസ്സിലാക്കണം, വിശുദ്ധ ഖുർആൻ വിശ്വാസികളെ, ആ ഖുർആൻ പാരായണം ആ വിശ്വാസികൾക്ക് വലിയ സ്ഥാനങ്ങൾ നൽകുന്നുണ്ട്. അന്ന തിലാവത്തൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുക എന്നത് മിൻ അഫ്ളലിൽ ഇബാദാത്ത്, ഏറ്റവും വലിയ ഇബാദത്താണ്. ഖുർആൻ പാരായണം ചെയ്യുക എന്നത് ഏറ്റവും വലിയ ഇബാദത്താണ്. വഅഅലമുൽ ഖുർബാത്ത്, ഏറ്റവും വലിയ പുണ്യകരമായ ഇബാദത്താണ്, ഏറ്റവും വലിയ ഇബാദത്താണ് എന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു. വഫീഹാ അജ്റുൻ അദീം, ഖുർആൻ ഓതുന്നതിലോ വലിയ പ്രതിഫലം അവർക്കുണ്ട്. വസവാബുൻ കരീം, മാന്യമായ പ്രതിഫലം അവർക്ക് ലഭിക്കുന്നുണ്ട്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആയത്ത് നിങ്ങളെ മുമ്പിൽ ഞാൻ ഓതി കേൾപ്പിച്ചത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അഫ്ളലു ഇബാദത്തി ഉമ്മത്തി തിലാവത്തുൽ ഖുർആൻ, എന്റെ ഉമ്മത്തിന്റെ ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് അത് ഖുർആൻ പാരായണമാണ്. ഉണ്ടോ? ഹബീബായ തങ്ങൾ പഠിപ്പിക്കുന്നു, അഫ്ളലു ഇബാദത്തി ഉമ്മത്തി തിലാവത്തുൽ ഖുർആൻ, എന്റെ ഉമ്മത്തിന്റെ ഇബാദത്തുകളിൽ ശ്രേഷ്ഠമായത് അത് ഖുർആൻ പാരായണം ചെയ്യലാണ്. അപ്പൊ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത്, ഉമ്മത്തിന്റെ ഇബാദത്തുകൾ അത് ശ്രേഷ്ഠമാണ് ഖുർആൻ പാരായണം ചെയ്യല് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. പോരാ, ഹബീബായ തങ്ങൾ പറയാണ്, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ്, വല്ലവരും ഖുർആൻ ഒരു ഹർഫങ്ങ് പാരായണം ചെയ്താൽ കുതിബത് ലഹു ഹസന, അവനിക്കൊരു ഹസനത്ത് രേഖപ്പെടുത്തുന്നു. വൽ ഹസനത്തു ബിഅശരി അംസാലിഹാ, ഒരു ഹസനത്ത് എന്ന് പറഞ്ഞാൽ മിനിമം അത് 10 ആണ്, 10 പ്രതികൂലിയാണ്. മിനിമം 10 കൂലിയാണ് ഒരു ഹസനത്ത് എന്ന് പറഞ്ഞാൽ. അത് നല്ല ഇഖ്ലാസോടെ, അതിന്റെ മര്യാദയോടെ, ചിട്ടയോടെ, റബ്ബിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് അങ്ങ് ഓതിയാലോ ആ 10ക്ക് 10 മടങ്ങ്, അത് 70 ഇരട്ടിയും 700ഉം, അങ്ങനെ നമ്മുടെ ഇഖ്ലാസ് അനുസരിച്ച് അങ്ങ് ഒരു ഹർഫ് ഓതുമ്പോ അങ്ങ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ചുരുങ്ങിയത് മിനിമം 10 എന്നാ പറഞ്ഞത്. ആ ഹർഫ്, ഒരു ഹർഫ് ഓതുമ്പോ മിനിമം 10 പ്രതിഫലം ലഭിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇഖ്ലാസോടെ പടച്ച റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി നമ്മൾ അങ്ങോട്ട് ഓതുമ്പോ ഇരട്ടി പ്രതിഫലം കിട്ടുന്നു. എന്നിട്ട് ഹബീബായ തങ്ങൾ പറയാണ്, ലാ അഖൂൽ അലിഫ് ലാം മീം ഹർഫ്. അലിഫ് ലാം മീം എന്നത് അല്ലേ, അലിഫ് ലാം മീം അല്ലേ, ഇത് മൂന്നും ഒരു ഹർഫാണെന്ന് ഞാൻ പറയുന്നില്ല. മറിച്ച് ഹബീബായ തങ്ങൾ പറയാൻ, ബൽ ഹലിഫുൻ ഹർഫുൻ, അലിഫ് ഒരു ഹർഫാണ്. വലാമുൻ ഹർഫുൻ, ലാം ഒരു ഹർഫാണ്. വമീമുൻ ഹർഫുൻ, മീം ഒരു ഹർഫാണ്. അലിഫ് ലാം മീം എന്ന് മാത്രം ഈ 3 ഹർഫുകൾ അങ്ങ് ഓതുമ്പോ ഇത് 3ഉം പാടെ ഒറ്റ ഹർഫായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ല. മറിച്ച് അലിഫ് ഒരു ഹർഫാണ്, ലാം ഒരു ഹർഫ്, മീം ഒരു ഹർഫ്, ഇങ്ങനെ 3 ഹർഫ് അലിഫ് ലാം മീം എന്നതിലുണ്ട് അല്ലേ. ഈ ഹർഫ് അങ്ങ് ഓതുമ്പോ 1ന് 10 എന്ന് മിനിമം നോക്കുമ്പോ 3 ഹർഫ് അലിഫ് ലാം മീം എന്ന് ഓതുമ്പോ 30 കൂലി ലഭിക്കുന്നുണ്ട്. മിനിമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഖ്ലാസോടെ, അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ഭക്തിയോടെ, ആദാബുകളൊക്കെ പാലിച്ചങ്ങോതുമ്പോ 30ന് 300 ആകും, 3000 ആകും, 30,000 ആകും. അങ്ങോട്ടങ്ങോട്ട് കൂടെ നമ്മൾ കണക്കാക്കാൻ പറ്റാത്തത്ര പ്രതിഫലം അതിലൂടെ ലഭിക്കുന്നു. നോക്ക്, എത്രമാത്രം വലിയ മഹത്വമാണ് ഖുർആൻ ഓതുമ്പോ. ഒരു ഹർഫ് ഓതിയാൽ തന്നെ മിനിമം 10 കൂലി ലഭിക്കുമ്പോ, ഒരു ഫാത്തിഹ ഓതുമ്പോ നിങ്ങൾ നോക്ക്, ഫാത്തിഹയിൽ 156 അക്ഷരങ്ങളുണ്ട് അല്ലേ. അതിന്റെ 14 ശബ്ദങ്ങളൊക്കെ കൃത്യം പരിഗണിച്ച് എല്ലാം, ഒരു ശബ്ദുള്ള അക്ഷരം 2 അക്ഷരാണല്ലോ അല്ലേ. ശബ്ദുള്ള ഹർഫുകള് അത് 2 ഹർഫാണ്.
അപ്പൊ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചോദണം. ഒരു ശ്രദ്ധ വിട്ടുപോയാൽ ഒരു അർഫ് കുറഞ്ഞു. നിസ്കാരത്തിലൊക്കെ വളരെ ശ്രദ്ധിക്കണം. ഫാത്തിഹ ഇല്ലെങ്കിൽ നിസ്കാരമില്ലല്ലോ. ലാ സ്വലാത്ത ലിമൻ ലം യഖ്റഉ ബിഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹ ഓതാതെ നിസ്കാരമില്ല. നിസ്കാരത്തിന്റെ 14 ഫർദുകളിൽപ്പെട്ട 4ാമത്തെ ഫർദാണല്ലോ ഖിറാഅത്തുൽ ഫാത്തിഹ. ഫാത്തിഹ ഓതണം. അപ്പൊ ഫാത്തിഹയായി പരിഗണിക്കണമെങ്കിൽ അതിന്റെ 14 ശ്രദ്ധകളോട് കൂടെ ആ 14 ശ്രദ്ധ സൂക്ഷിക്കണം. അങ്ങനെ മൊത്തം ഫാത്തിഹയിൽ 156 ഹർഫുകളുണ്ട്. ഈ 156 ഹർഫ് നമ്മള് ശ്രദ്ധയോടെ ഓതിയില്ലെങ്കിൽ ആ ഹർഫ് ക്ലിയർ ആയിട്ടുണ്ടാവോ? 156 ഹർഫിൽ നിന്ന് ഒരു ഹർഫ് വിട്ടുപോയാ ഫാത്തിഹ സ്വഹീഹല്ല, ഫാത്തിഹ ശരിയല്ല. ഫാത്തിഹ ശരിയായില്ലെങ്കിലോ നിസ്കാരമില്ല. അപ്പൊ നമ്മൾ കൈകെട്ടിയുള്ള സ്പീഡൊക്കെ നിസ്കരിക്കുന്ന ചിലണ്ട്. ഇപ്പൊ തറാവിയൊക്കെ വളരെ സ്പീഡിലായിരിക്കും. ഒരു ആദാവും ഉണ്ടാവൂല, ഒരു ശ്രദ്ധ ഉണ്ടാവൂല, ഒന്നും ഉണ്ടാവൂല. കൈകെട്ടിയ സ്പീഡില് റുക്കൂലെത്തണം, റുക്കൂലെത്തിയ സ്പീഡിൽ എത്തിയതല്ലെത്തണം. സ്പീഡ് പൊതുവെ പള്ളിയിലൊക്കെ സ്പീഡുള്ള ഇമാം അവിടെയാണ് ആളുകളൊക്കെ പോകുന്നത്. അങ്ങനെ നിസ്കരിച്ചുകൊണ്ട് ഒരു നിസ്കാരവും ഒരു ഫലമില്ല. ചുരുങ്ങിയ രൂപത്തിലെങ്കിലും അതിന്റെ ദിക്റുകളും വജ്ജഹ്തു എല്ലാ നിസ്കാരത്തിലും അത്തഹിയ്യാത്തില് ഒരു ഇബ്രാഹിം സലാത്ത് വരെയെങ്കിലും ചൊല്ലണം. ഇതൊന്നും ഇല്ലാതെ നമ്മൾ തറാബി ഇങ്ങനെ തലകുത്തി പറഞ്ഞിട്ട് എന്താ കാര്യം? അത് പണ്ട് ഉമ്മാര് പറഞ്ഞോണ്ട് നിസ്കരിക്കാം. അപ്പൊ ആ നിക്കലും ഇരിക്കലും ഉണ്ടാവുള്ളൂ, നിസ്കാരം ഉണ്ടാവൂല. അപ്പൊ നിസ്കാരം അത് വളരെ കൃത്യതയോടെ നിർവഹിക്കണം. വെറുതെ ഇങ്ങനെ എവിടെയോ ചിന്തിച്ച് കൈകെട്ടി ഇങ്ങനെ ഒരു എന്ന രീതിയിലുള്ള നിസ്കാരം, ആ നിസ്കാരങ്ങൾ മുനാഫിക്കീങ്ങളുടെ നിസ്കാരമാണെന്നല്ലേ വിശുദ്ധ ഖുർആൻ പറഞ്ഞു വന്നത്. നിസ്കാരത്തിൽ ഫാത്തിഹ ഓതുമ്പോ ഫാത്തിഹ ആ കൃത്യമായി കൊണ്ട് അതിന്റെ എല്ലാ അക്ഷരങ്ങളും ഒരു ഹർഫ് പോലും വിടാതെ ഓതിയാലേ ഫാത്തിഹ ശരിയാവുള്ളൂ. ഫാത്തിഹ ശരിയായില്ലേ നമസ്കാരമില്ല. ലാ സ്വലാത്ത ലിമൻ ലം യഖ്റഉ ബിഫാത്തിഹത്തിൽ കിതാബ് മുഹമ്മദുർ റസൂലുള്ളാഹി. മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഫാത്തിഹ ശരിയായില്ലേ നിസ്കാരം ശരിയല്ല. അപ്പൊ വെറുതെ ഇരുന്നു എന്നല്ലാതെ നിസ്കാരം എന്ന നിലക്ക് നേരത്തെ പറഞ്ഞില്ലേ നിസ്കാരം മുറ പോലെ നിലനിർത്തിപ്പോരുന്നവർക്ക് നഷ്ടം വരാത്ത വ്യവഹാരമാണ് അതിലൂടെ അവർ സമ്പാദിച്ചിരിക്കുന്നത് എന്ന് ഖുർആൻ പഠിപ്പിച്ച ആ നിസ്കാരമാകണമെങ്കിൽ ഫാത്തിഹ ശരിയായ വിധത്തിൽ ഓതേണ്ടതുണ്ട്. ഫാത്തിഹ തെറ്റുകൂടാതെ പഠിക്കണം. ഫാത്തിഹ തെറ്റുകൂടാതെ നമ്മൾ പഠിക്കണം. അതിനിപ്പോൾ ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട് അല്ലേ? നമ്മുടെ മൊബൈലുകളിലൊക്കെ തദ്രീബ്, നമ്മുടെ വാണിയമ്പലം ലത്തീഫ് ഉസ്താദ് വലിയ നല്ല കാര്യം. ആ തദ്രീബ് നോക്കിയ ഓരോ ജുസിൽ നമ്മൾ ഖത്തം ഓതുന്നതിന്റെ ഓരോ ജുസിലുള്ള പിഴവുകളൊക്കെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ സംഘടിപ്പിച്ച് അതൊക്കെ കേട്ട് പഠിക്കണം. ഖുർആൻ ഓതുമ്പോ അതിന്റെ ആദാബൊക്കെ ഞാൻ പറയുന്നുണ്ട്, അപ്പോൾ അങ്ങോട്ട് കടക്കാം. പറഞ്ഞു വന്നത്, ഫാത്തിഹ ഓതുമ്പോ ആ ഫാത്തിഹയുടെ ഹർഫുകൾ 156 ഹർഫ് ഓതുമ്പോ നിങ്ങൾ നോക്ക്, 1ന് 10 എന്ന് പറയുമ്പോ 156 അക്ഷരത്തിന് എത്ര പ്രതിഫലമുണ്ട് വെറും ഒരു ഫാത്തിഹ ഓതുമ്പോ. അത് നിസ്കാരത്തിലാകുമ്പോ നിസ്കാരത്തിലല്ലാതെ ഓതുന്നതിനേക്കാളും ഏറെ പ്രതിഫലമാണല്ലോ, ഇരട്ടി പ്രതിഫലമാണല്ലോ. നിസ്കാരത്തിൽ ഓതുന്ന ഖുർആനിലേക്ക് നിസ്കാരത്തിലല്ലാതെ ഓതുന്നതിനേക്കാളും ഏറ്റവും ഇരട്ടി പ്രതിഫലമുണ്ടെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ചുരുങ്ങിയത് നമ്മൾ നിസ്കാരത്തില് 17 പ്രാവശ്യമെങ്കിലും ഫാത്തിഹ ഓതുമല്ലോ. സൂറത്തൊക്കെ ഓതുന്നുണ്ട്, ഒന്നും ഓതിയില്ലെങ്കിൽ ഫാത്തിഹ ഓതാണ്ട് നിസ്കാരമില്ലല്ലോ.
ഫാത്തിഹ നിസ്കാരമില്ലല്ലോ അല്ലേ? അപ്പൊ ചുരുങ്ങിയത് 17 തവണ അല്ലേ? 5 വക്ത് നിസ്കാരത്തില് 17 റക്അത്താണ്. 17 റക്അത്തിലാവുമ്പോ 17 ഫാത്തിഹ നമ്മൾ ഓതുമല്ലോ. ഫാത്തിഹ ഓതാൻ പറ്റൂല, സൂറത്ത് ഓതിയില്ലെങ്കിലും നിസ്കാരം ശരിയാവും. സൂറത്ത് ഓതണം, സൂറത്ത് ഓതാതിരിക്കരുത്. ഞാൻ പറഞ്ഞത് ചുരുങ്ങിയ രീതിയിൽ നിസ്കാരം അത് പരിഗണിക്കണമെങ്കിൽ ഫാത്തിഹ ഓതൽ കൊണ്ടെന്താവും? പരിഗണിക്കുമല്ലോ. ആ ഫാത്തിഹ 17 പ്രാവശ്യം ഒരു ദിവസം ഓതുമ്പോ ഒരു ഹർഫിന് 10 എന്ന കൂലി. നിസ്കാരത്തിലാകുമ്പോ ഇരട്ടിയാണ്. അപ്പൊ എത്രമാത്രം പ്രതിഫലമുണ്ട് ഖുർആൻ ഓതുമ്പോൾ! എത്രമാത്രം സൗഭാഗ്യമാണ് നമുക്ക് അല്ലാഹു നൽകിയത്. അപ്പൊ ഖുർആൻ ധാരാളം പാരായണം ചെയ്യുന്നവർക്ക് വലിയ പ്രതിഫലമുണ്ടെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. എന്നിട്ട് പറയാണ്, ഒരു ഹർഫ് ഓതിയാൽ അവർക്ക് ഒരു ഹസനത്ത്. ഒരു ഹസനത്ത് എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് മിനിമം 10 കൂലിയാണ്. അലിഫ് ലാം മീം മാത്രം ഓതിയ 30 കൂലി മിനിമം കിട്ടും. അങ്ങനെ ഖുർആനിൽ നമ്മൾ ധാരാളം സൂറത്തുകളും ഇങ്ങനെ ഓതുമ്പോ എത്രയെത്ര പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. മാത്രമല്ല, ഖുർആൻ ഓതി അല്ലാഹുവിന്റെ ദിക്റൊക്കെ ചൊല്ലി ഇങ്ങനെ ഖുർആൻ ധാരാളം ഓതിക്കൊണ്ടിരിക്കുന്നു, ദിക്റും ധാരാളം ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹുവിനോട് അവനിക്ക് ദ്വാരക്കാനൊന്നും സമയം കിട്ടിയില്ല. ഖുർആനോ തന്നെ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നു, ദിക്റൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ അല്ലാഹുവിനോടൊന്നും ചോദിക്കാൻ അവസരമുണ്ടായില്ല. എങ്കിലോ അല്ലാഹുവിനോട് ചോദിച്ചത് ആൾക്ക് നൽകുന്നതിനേക്കാളും പ്രതിഫലം ഖുർആൻ കൊണ്ട് വേലയായ ആളുകൾക്ക് നൽകുമെന്ന് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. النبي سعيد رضي الله عنه أبو سعيد رضي الله عنه قريد حديث الكلام قال رسول الله صلى الله عليه وسلم الله رسول بريان يقول رب عز وجل الله بريان من شغل القرآن وذكري عن مسألتي أعطيته أفضل ما أعطي السائلين. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അല്ലാഹു പറയുന്നുണ്ട്, വിശുദ്ധ ഖുർആനു യഖൂലു റബ്ബു അസ്സ വജൽ, അല്ലാഹു പറയാണ്, അതേ വിശുദ്ധ ഖുർആനും എന്റെ ദിക്റും കാരണം ഒരാൾക്ക് എന്നോട് ഒന്നും ചോദിക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ, മൻ ശഗലഉൽ ഖുർആനു വദിക്രി അൻ മസ്അലതി, വിശുദ്ധ ഖുർആനും എന്റെ ദിക്റും കാരണം എന്നോട് അടിമക്ക് ഒന്നും ചോദിക്കാനുള്ള സമയം കിട്ടിയില്ല. അവൻ ധാരാളം ഖുർആൻ ഓതുന്നു, അല്ലാഹുവിന്റെ ദിക്റുകൾ ധാരാളം ഉരുവിടുന്നു. ഇതിങ്ങനെ വേലയായതുകൊണ്ട് അല്ലാഹുവിനോട് ഒന്നും ദുന്യവിയുമായ കാര്യമോ ആഖിറത്തിലേക്കുള്ള കാര്യമോ ഒന്നും ചോദിക്കാൻ അവന് സമയം കിട്ടിയില്ലെങ്കിലോ അല്ലാഹ് പറയാണ്, അഅതൈതുഹു അഫ്ളല മാ ഉഅതിയ സായിലീൻ, ചോദിച്ച ആളുകൾക്ക് നൽകിയതിനേക്കാൾ ഉത്തമമായത് ഞാൻ അവർക്ക് നൽകും കേട്ടോ. ഖുർആനോദി ഒന്നും അല്ലാഹുവോട് ചോദിച്ചില്ല, പൊറുക്കല്ല തേടിയില്ല, ആഖിറത്തിൽ പ്രതിഫലം ലഭിക്കാൻ തേടിയില്ല, ഭൗതികമായ ആവശ്യങ്ങളൊന്നും തേടിയില്ലെങ്കിലും ഖുർആനും ദിക്റുമായി വേലയാവുന്ന ആളുകൾ, അതിൽ വ്യാപൃതരാവുന്ന ആളുകൾ ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കുന്നു, ദിക്റ് ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു. ഇതിൽ മുഴുകിയ ആളുകൾ അല്ലാഹുവിനോടൊന്നും ചോദിക്കാൻ സമയം ലഭിച്ചില്ലെങ്കിലും ചോദിച്ചവർക്ക് നൽകുന്നതിനേക്കാൾ ഉപരിയായി അല്ലാഹ് ഇവർക്ക് നൽകുന്നു. കണ്ടോ എത്രമാത്രം മഹത്വമാണ് ഖുർആൻ ഓതുന്നത്. ഒന്നും ചോദിച്ചില്ലെങ്കിൽ ചോദിച്ച ആളുകൾക്ക് നൽകുന്നതിനേക്കാൾ ഉപരി ഖുർആൻ കാരണമായി അത് ഓതുന്ന സമയവുമായി അതിൽ തന്നെ മുഴുകി ഒന്നും ചോദിച്ചില്ലെങ്കിലും അല്ലാഹു നൽകും. ചോദിക്കാതെ തന്നെ കിട്ടുക. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, സഹോദരിമാർ, വിശുദ്ധ റമളാൻ നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്.
നമ്മൾ ഖുർആൻ ഓതുന്നവരാകണം. ധാരാളമായി ഖുർആൻ ഓതണം, ധാരാളമായി ഖുർആൻ ഓതണം. ഖുർആനോട് ഒരിക്കലും നമുക്ക് മടി തോന്നരുത്. ഖുർആൻ ഓതുമ്പോ അതിന് ചില മര്യാദകളുണ്ട്. ആ മര്യാദകൾ അനുസരിച്ചാകണം ഓതേണ്ടത്. അങ്ങനെ മര്യാദകൾ അനുസരിച്ച് ഖുർആൻ ഓതുമ്പോ ആ ഖുർആൻ കാരണം നമുക്ക് ആഖിറത്തിലെത്തുമ്പോ ആ ഖുർആൻ നമ്മെ രക്ഷപ്പെടുത്തും. നമ്മളെ ശുപാർശകനായി ഖുർആൻ വരുന്നുണ്ട്. ആ ഖുർആൻ ഓതുന്നതിനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഇഖ്റഉൽ ഖുർആന ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം. കാരണം ഫൈന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി. അന്ത്യദിനത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് ഖുർആൻ ശുപാർശകനായി നിൽക്കും കേട്ടോ. നമ്മെ രക്ഷപ്പെടുത്താൻ നമ്മുടെ രക്ഷകനായി, അന്ത്യദിനത്തിൽ നമ്മുടെ രക്ഷകനായി, നമുക്ക് അവിടെ ആ പ്രയാസപ്പെടുന്ന ഘട്ടങ്ങളിൽ നിന്ന് നമ്മെ സാന്ത്വനപ്പെടുത്താൻ ഖുർആനുണ്ട് കേട്ടോ. അതുകൊണ്ട് ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്യണമെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഖുർആൻ നമ്മൾ ധാരാളമായി പാരായണം ചെയ്യണം. അങ്ങനെ ഖുർആൻ പാരായണം ചെയ്യുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മൻ ഖറഅൽ ഖുർആന വഹുവ ഖായിമുൻ ഫിസ്സലാം. അതേ ഖുർആനിലായ നിലക്ക്, അതേ നിസ്കാരത്തിലായ നിലക്ക് ഖുർആൻ ഓതിയാൽ, അഥവാ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ഖുർആൻ ഓതുന്നു, ഫാത്തിഹ ഓതുന്നു, മറ്റു സൂറത്തുകളൊക്കെ നമ്മൾ ഓതാറില്ലേ? അപ്പൊ നിസ്കാരത്തിൽ ഖുർആൻ ഓതുന്നതിനുള്ള പ്രതിഫലം എത്രയാണ്? കാന ലഹു ബികുല്ലി ഹർഫിൻ മിയത ഹസന. ഓരോ ഹർഫിനിക്കും അവിടെ 100 പ്രതിഫലമാണ്. സാധാരണ ഒരു ഹർഫിനിക്ക് 10 ആണെങ്കിൽ നിസ്കാരത്തിൽ ഒരു ഹർഫ് ഓതുമ്പോ, നിസ്കാരത്തിൽ ഒരു ഹർഫ് ഓതുമ്പോ 100 ഹസനത്ത്. 100 ഹസനത്താകുമ്പോ അവിടെ ഓരോ ഹസനത്തിനും 10. നിങ്ങൾ നോക്കപ്പോ എത്രയാണ് കണ്ടോ? നിസ്കാരത്തിലാകുമ്പോ ഇരട്ടി അങ്ങ് കൂടി 10ന്റെ സ്ഥാനത്ത് അവിടെ 100ലേക്ക് എത്തി. വമൻ ഖറഅഹു ഖാരിജ സ്വലാത്തി വഹുവ അലാ തുഹാറ. അപ്പൊ ഖുർആൻ ഓതുന്നതിന്റെ ഒരു മര്യാദയാണ്, നല്ല ശുദ്ധിയോടെ ഓതണം. ഒന്നും കൂടെ മനസ്സിലാക്കണം, ഖുർആൻ ഓതുന്നതിന് ഒരുപാട് ആദാബുകളുണ്ട്. ആ ആദാബുകളെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ശുദ്ധിയോടുകൂടെ ഓതണം. ഓതുന്നവനിക്ക് ശുദ്ധി വേണം, ഓതുന്ന സ്ഥലത്ത് നല്ല വിശുദ്ധി ഉണ്ടാകണം. അതേപോലെ തന്നെ നല്ല സുഗന്ധം അവിടെ പുരട്ടണം. അതൊക്കെ പുണ്യമുള്ള കാര്യമാണ്, സുന്നത്തായ കാര്യങ്ങളാണ്, അതിന്റെ മര്യാദയാണ്. അതേപോലെ തന്നെ മുസ്ഹഫ് ഉയർന്ന സ്ഥലത്ത് വെക്കണം. ഓതുമ്പോ തന്നെ പണ്ടത്തെ കാലത്തൊക്കെ ഓതാൻ പ്രത്യേക ഒരു സാധനം ഉണ്ടായിരുന്നു. എന്താ പേര് അവർക്കെല്ലാം അറിയാം? റയ്യാൻ അല്ലെ? അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. പഴയ വീടിലൊക്കെ ഉണ്ടാവും, പള്ളിയിലൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ നല്ല ഉയർന്നൊരു സ്ഥലത്ത് അതിനിക്ക് വേണ്ടിയുള്ള പ്രത്യേകം അത് പാരായണം ചെയ്യുമ്പോ അല്ലെ, അതുപോലെ തന്നെ കിബിലക്ക് മുന്നിട്ട് ഓതണം ഖുർആൻ ഓതുമ്പോ. അതിന്റെ ആദാബാണ് കിബിലക്ക് മുന്നിട്ട് കൊണ്ടാകണം ഖുർആൻ ഓതണ്ട. ശരിക്കും പഠിക്കണം, ഉമ്മമാര് സഹോദരന്മാര് പഠിക്കണം ഖുർആൻ ഓതുമ്പോ. അതിന്റെ മര്യാദകൾ മഹാന്മാര് പഠിപ്പിക്കുന്നു. വയംബഗി അൻ തകൂന ഫീ ഹാലി തിലാവതിക അലാ അക്മലിൽ അഹ്വാൽ. നീ ഖുർആൻ ഓതേണ്ടത് അതിന്റെ പൂർണ്ണമായ രൂപത്തിലാകണം. അത് ഖുർആൻ ഓതുന്നവർ പാലിക്കേണ്ട കാര്യമാണ്.
ഒന്നാമതായി പറയുന്നു മിനത്തഹാറ, ശുദ്ധി വേണം. ഖുർആൻ ഓതുമ്പോ ശുദ്ധി വേണം. ഇസ്തിഖ്ബാലിൽ ഖിബ്ലത്തി, അതുപോലെ ഖിബ്ലക്ക് മുന്നിടം. വസുകൂനിൽ ജവാരിഹി, അവയവങ്ങളൊക്കെ അങ്ങനെ അങ്ങോട്ടിങ്ങോട്ടും തിരിഞ്ഞും കളിച്ചുകൊണ്ടും ശ്രദ്ധയില്ലാതെ ആവരുത്, മറിച്ച് നല്ല അടക്കത്തോടെയാകണം. അതേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും അങ്ങോട്ടിങ്ങോട്ടും നോക്കാതെ അടക്കത്തോടെയാകണം ഖുർആൻ ഓതേണ്ടത്. വളരെ ഖൗഫോടുകൂടെ അല്ലാഹുവിന്റെ കലാമാണ് എന്ന ആ ഭയത്തോടു കൂടെയാകണം ഓതേണ്ടത്. അവന്റെ ശരീരം എപ്പോഴും ഖുർആൻ ഓതും വല്ല വൃത്തിയുള്ള ശരീരമാകണം. അന്തകൂന, അവന്റെ ശരീരം ലളീഫുൽ ബദൻ, അവന്റെ ശരീരം വൃത്തിയുള്ളതാകണം. അതേപോലെ വസ്യ, വസ്ത്രവും വൽ മക്കാൻ, ഓതുന്ന സ്ഥലവും വസ്ത്രവും ശരീരവും എല്ലാം നല്ല വൃത്തിയുണ്ടാകണം. സാധാരണ അല്ലെ ഏതെങ്കിലും ഒരു മൂലക്കിരുന്ന് അല്ലെങ്കിൽ അഴുക്കുള്ളടുത്ത് അല്ലെങ്കിൽ കിച്ചന്റെ ഭാഗത്ത് അങ്ങനെയൊക്കെ പോയിട്ടല്ല ഖുർആൻ ഓതേണ്ടത്. ഖുർആൻ ഓതാൻ നമ്മൾ നല്ല നിസ്കാരത്തിന് അല്ലെ നല്ല പായൊക്കെ വിരിച്ച് നല്ല വൃത്തിയുള്ള സ്ഥലത്തല്ലേ നിസ്കരിക്കുക. എന്ന പോലെ ഖുർആൻ ഓതുമ്പോ നമ്മുടെ ശരീരം വൃത്തിയുണ്ടാവണം, വസ്ത്രം വൃത്തിയുണ്ടാവണം, ഓതുന്ന സ്ഥലവും നല്ല വൃത്തിയുണ്ടാകണം, നല്ല സുഗന്ധങ്ങളൊക്കെ വേണം. ഇതാണ് അതിന്റെ പൂർണ്ണമായ രൂപം. അപ്പോ ഇടക്ക് പറയുമ്പോ ശുദ്ധി വേണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ശുദ്ധി വേണമെന്ന് പറയുമ്പോ ശുദ്ധിയില്ലാത്ത നിലക്ക് ഖുർആൻ ഓതാൻ പറ്റില്ല. അപ്പോ സ്ത്രീകൾക്ക് ആർത്തവ സമയത്ത്, അതുപോലെ നിഫാസിന്റെ സമയത്ത്, അതുപോലെ വലിയ അശുദ്ധിക്കാരാകുന്ന മറ്റു ജനാബത്ത് പോലുള്ള ആ ഘട്ടങ്ങളിലൊക്കെ നമുക്ക് അവിടെ ഖുർആൻ ഓതാൻ പറ്റൂല. അതേ സമയത്ത് ദിക്ർ എന്ന കരുത്തോടെ ഓതാവുന്നതാണ്. ഏതുപോലെ നമ്മളിപ്പോ ഹദ്ദാദ് റാത്തീബ്, വിർദുൽ ലത്തീഫ് അങ്ങനെയുള്ള പതിവായി ചൊല്ലുന്ന ദിക്റുകളും വിറുദുകളൊക്കെ ഉണ്ട്. അപ്പൊ അതിലൊക്കെ ഖുർആനിന്റെ വചനമുണ്ട് അല്ലെ. ഹദ്ദാദിൽ അലിഫ് ലാം മീം ഉണ്ട്, ആമനർ റസൂൽ ഉണ്ട്, ആയത്തുൽ കുർസി ഉണ്ട്. ഇതൊക്കെ ഖുർആനാണ്. അപ്പൊ അതൊക്കെ അവിടെ ഹദ്ദാദിലൂടെ ചൊല്ലുമ്പോ, അതുപോലെ വിറുദുൽ ലത്തീഫിലൂടെ ചൊല്ലുമ്പോ ഖുർആനി എന്ന ലക്ഷ്യത്തോടെയല്ല അവിടെ ചൊല്ലുന്നത്, ദിക്ർ എന്ന ലക്ഷ്യത്തോടെയാണ്. അങ്ങനെ എന്ത് ചെയ്യാം? ദിക്ർ എന്ന കരുത്തോടുകൂടെ വാഹനത്തിൽ കയറുമ്പോ ദിക്ർ വരുന്നില്ലേ, അത് ഖുർആനല്ലേ അല്ലേ. സുബ്ഹാനല്ലദീ സഖറ ലനാ എന്ന് തുടങ്ങുന്ന ആ ദിക്ർ അതെന്താണ്? ഖുർആനാണ്. അപ്പൊ ഖുർആനി എന്ന ഉദ്ദേശത്തോടെ വലിയ അശുദ്ധിക്കാർക്ക് അല്ലേ ഖുർആൻ ഓതാൻ പറ്റൂല. അതേ സ്ഥാനത്ത് ദിക്ർ എന്ന രീതിയിൽ എന്താക്കാം? ദിക്ർ എന്ന ലക്ഷ്യത്തോടെ ഓതാവുന്നതാണ്. മസല മനസ്സിലായല്ലോ? ദിക്ർ എന്ന ലക്ഷ്യത്തോടെ ഓതാവുന്നതാണ്. അപ്പൊ ഹദ്ദാദ് റാത്തീബ് മുടക്കേണ്ടതില്ല. നിസ്കാരം നമുക്ക് പറ്റൂല വലിയ ശുദ്ധിയുള്ള സമയത്ത് എന്ന് വെച്ചിട്ട് ഹദ്ദാദ് പതിവായി ചൊല്ലുന്ന ദിക്റുകളൊക്കെ മുടക്കേണ്ടതില്ല. ദിക്ർ എന്ന നിലക്ക് പറയാം. ശുദ്ധിയില്ലാതെ ഖുർആൻ അത് തൊടാൻ പറ്റൂല. ശുദ്ധിയില്ലാതെ ഖുർആൻ തൊടാനും ചുമക്കാനും പറ്റൂല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചില സ്ത്രീകളൊക്കെ ഖുർആൻ നേർക്ക് നേരെ തൊടലല്ലേ ശുദ്ധിയില്ലാതെ പറ്റാത്തത്. അത് ചെറിയ ശുദ്ധിയാണ് കാരണിക്കും തൊടാൻ പറ്റൂലല്ലോ. ചെറിയ ശുദ്ധിക്കാരനിക്ക് ഖുർആൻ എന്ന കരുത്തോടു കൂടെ ഖുർആൻ ഓതാം. തൊടണമെങ്കിലാണ് അവിടെ വുളൂഹ് വേണ്ടത്. മനസ്സിലായില്ലേ? അതേ സ്ഥാനത്ത് ഖുർആൻ തൊടാനും ചുമക്കാനും ശുദ്ധി വേണം. അത് ചെറിയ ശുദ്ധിക്കാരനും വലിയ ശുദ്ധിക്കാരനിക്കും രണ്ടാൾക്കും ശുദ്ധിയില്ലാതെ എന്താക്കൂല, പറ്റൂല. അപ്പൊ ചില സ്ത്രീകളൊക്കെ എന്ത് ചെയ്യും? മുസ്തഫക്ക് നേർക്ക് നേരെ തൊടലല്ലേ എന്താവുള്ളൂ, വിഷയം വരുള്ളൂ. അപ്പൊ ഒരു തുണിയിൽ പൊതിഞ്ഞ് അല്ലെങ്കിൽ ഒരു പേപ്പർ ഇട്ട് അതിന്റെ മേൽ മടക്കി അപ്പൊ നേർക്ക് നേരെ എന്താക്കുന്ന സ്പർശനം ഇല്ല എന്ന നിലക്ക് മുസ്താഫ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കലുണ്ട് ശുദ്ധിയില്ലാത്ത സമയത്ത്. അവിടെ തൊടൽ വരുന്നില്ലെങ്കിൽ അവിടെ
തൊടൽ വരുന്നില്ലെങ്കിലും സ്പർശനം വരുന്നില്ലെങ്കിലും നേർക്കുനേരെ സ്പർശനമില്ല. തുണിയിലാവുമ്പോ നേർക്കുനേറിയില്ലല്ലോ, പേപ്പറിൽ പൊതിയുമ്പോ നേർക്കുനേറിയില്ലല്ലോ. അതില്ലെങ്കിലും അവിടെ മുസ്ഹഫ് ചുമക്കുക എന്ന പ്രശ്നം വരുന്നില്ലേ? അപ്പൊ തൊടാനും പാടില്ല, ചുമക്കാനും പാടില്ല. അവിടെ വിഷയമുണ്ട്, അത് ശ്രദ്ധിക്കണം. അതുപോലെ മറ്റൊരു വിഷയമാണ് വീടൊക്കെ അടിച്ചു വാരുമ്പൊക്കെ ആ മുസ്ഹഫ് അവിടെ വെച്ചെടുത്ത് നീക്കാൻ വേണ്ടി നമ്മളെ മദ്രസയിലൊക്കെ പോകുന്ന ചെറിയ കുട്ടികളോട് പറയും, എനിക്ക് ഒന്നുമില്ല മോനെ, നീ ഒന്ന് എടുത്തു വെച്ചേന്ന്. പറ്റുമോ? പറ്റൂല. വകതിരിവുള്ള കുട്ടികൾക്ക് പഠനാവശ്യത്തിന് വേണ്ടി തൊടാനും ചുമക്കാനും ഒന്നുമില്ലാതെ അഥവാ ശുദ്ധിയില്ലാതെ അവർക്ക് പറ്റും, പഠനാവശ്യത്തിന് വേണ്ടി മാത്രം. വകതിരിവുള്ള കുട്ടികൾക്ക്, വകതിരിവില്ലാത്ത കുട്ടികൾക്കാവും പറ്റില്ല. ചെറിയ കുട്ടികളെ കയ്യിൽ നിന്ന് കൊടുക്കാൻ പാടില്ല. ചെറിയ കുട്ടികളുണ്ടാവില്ലേ വകതിരിവില്ലാത്ത കുട്ടികള്, ആ കുട്ടികളെ കയ്യിൽ മുസ്ഹഫ് ഒന്നും കൊടുക്കാൻ പാടില്ല. വകതിരിവെത്തിയ കുട്ടികളുടെ പഠനാവശ്യത്തിന് വേണ്ടി, അത് മനസ്സിലാക്കണം, പഠനാവശ്യത്തിന് വേണ്ടി ശുദ്ധിയില്ലാതെ അവർക്ക് തൊടുന്നതിനും ചുമക്കുന്നതിനും വിരോധമില്ല എന്ന് കണ്ട് വീടടിച്ചു വാരുന്ന സമയത്ത് കുട്ടികളെ കൊണ്ട് ശുദ്ധിയില്ലാണ്ട് എടുക്കാൻ പറ്റുമോ? പറ്റൂല. ഒന്നും എടുത്ത് വന്നിട്ടാണ് എന്താക്കേണ്ടത്, എടുക്കേണ്ടത്. ആ സമയത്ത് ആ കുട്ടിക്കും പറ്റൂല. അവന്റെ പഠനാവശ്യത്തിന് വേണ്ടി മാത്രമാണ് അവിടെ ഇളവ് ചെയ്തിട്ടുള്ളത്. ഇത് പ്രത്യേകം മനസ്സിലാക്കണം. പഠന ആവശ്യത്തിന് വേണ്ടിയാണ് ആ ഇളവുള്ളത്, അല്ലാതെ എന്തില്ല, ഇളവില്ല. അത് മനസ്സിലാക്കണം. അടിച്ചു വാരുമ്പൊക്കെ ചെറിയ കുട്ടികളെ കൊണ്ട് എടുപ്പിക്ക, അങ്ങനെ പറ്റുമോ? പറ്റൂല. ഇത് ഉമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. മുസ്ഹഫൊക്കെ വളരെ ബഹുമാനത്തോടെ നല്ല ഉയർന്ന സ്ഥലത്ത് പ്രത്യേക ഒരു അതിനൊക്കെ കവറൊക്കെ ഉണ്ടാക്കി, പഴയ കാലത്ത് മുസ്ഹഫ് ഇടാൻ വേണ്ടി പ്രത്യേക ഒരു കവറുണ്ടാവും, ഉറയുണ്ടാവും അല്ലെ? ആ രീതിയിൽ തന്നെ നമ്മൾ ബഹുമാനത്തോടുകൂടിയാകണം മുസ്ഹഫ്. അല്ലാതെ നമ്മള് എവിടെയെങ്കിലും വെച്ചാൽ ചിലപ്പോ നമ്മൾ അങ്ങോട്ട് വൃത്തിയാക്കുന്ന സമയത്ത് അല്ല അങ്ങോട്ട് നമ്മളെ കൈയൊക്കെ മുട്ടാം അല്ലെ, ചിലപ്പോ എല്ലാ സമയത്തും ശുദ്ധി ഉണ്ടാവില്ലല്ലോ. അങ്ങനെയൊക്കെ വരുമ്പോ വലിയ പ്രശ്നം വരും. അപ്പൊ അതുകൊണ്ട് വളരെ എന്താണ്, ഉയർന്ന സ്ഥലത്ത് നല്ല ആദരവോട് കൂടെയാകണം മുസ്ഹഫ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. മസല മനസ്സിലായല്ലോ? ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ നമ്മളെ വീടുകളിലൊക്കെ, ഞാൻ ഈ ആദാവ് പറയുന്ന കൂട്ടത്തിൽ ഒന്ന് രണ്ട് മസലയും കൂടി പഠിച്ചൊളിച്ച് പറയാം. വീടുകളിലൊക്കെ എന്തുണ്ടാവും, ഉപയോഗശൂന്യമായ മുസ്ഹഫ് ഉണ്ടാവും അല്ലേ? ഉണ്ടാവും. ഒരുപാട് പഴയ മുസ്ഹഫൊക്കെ ഇങ്ങനെ ഒരു നിലക്കും അതിന് ഓതാൻ പറ്റുന്നില്ല അല്ലെ? ഇങ്ങനെ എടുക്കുമ്പോ തന്നെ അതിന്റെ കടലാസൊക്കെ ഇങ്ങനെ പറഞ്ഞു വരും അല്ലെ? അങ്ങനെ അത്രയും ഒരു നിലക്ക് നമുക്ക് സംരക്ഷിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നാൽ അതിന്റെ ശരിയായ നിലക്ക് എന്താ ചെയ്യേണ്ടത്? അതിന്റെ മസല എന്താണ്? അതിന്റെ എഴുത്ത് വെള്ളത്തിലിട്ട് മായ്ച്ചു കളയണമെന്നാണ്. അങ്ങനെ പറ്റും, അങ്ങനെ തന്നെ ചെയ്യണം. എന്നല്ലാതെ ഏതെങ്കിലും തോട്ടിലോ പുഴയിലോ കൊണ്ടുപോയിട്ട് അത് ചളിയിലൊക്കെ വീണ് ഉള്ളതിനേക്കാളും അല്ലെ, നേരത്തെ ഉള്ളതിനേക്കാളും മോശം ചളിയിലൊക്കെ ഇപ്പൊ ഒഴുകുന്ന വെള്ളമൊന്നും ഇല്ലാതിരിക്കുമ്പോ വെള്ളത്തിൽ തന്നെ ഇട്ടാൽ ചിലപ്പോ ഒഴുകി തന്നെ എഴുത്ത് കഴുകി പോണച്ചിട്ടില്ല, ഉണ്ടാവോ? ഇല്ല. ചിലപ്പോ ഇതിങ്ങനെ ഒഴുകിയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് പിന്നെ ചളി അതിന്റെ മേലെ വേറെ എന്തൊക്കെയോ അല്ലെ, അതിന്റെ ബഹുമാനത്തിനിക്ക് കേടുവരുന്നൊരവസ്ഥയാണ് വെള്ളത്തിൽ ഒഴുക്കുമ്പോ ഇപ്പോൾ കണ്ടുവരുന്നത്. അപ്പോ വെള്ളത്തിൽ കഴുകിക്കളയണം. കഴുകലോടുകൂടെ അത് മായലോടുകൂടെ പിന്നെ ആ ഖുർആൻ അല്ലാതെയായി. അപ്പൊ ഇടക്കൊന്ന് ഇവിടെ കഴുകുന്നിടത്ത് മനസ്സിലായിക്കോളി. ഇവിടെ വഹാബികളൊക്കെ നമ്മളെ വസ്വാസിലാക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോ ഗർഭിണികൾക്ക് അതുപോലെ സുഖമില്ലാത്ത ആളുകൾക്കൊക്കെ എന്ത് ചെയ്യും, പിഞ്ഞാണയിട്ട് അല്ലെ പ്ലേറ്റിൽ എഴുതി കുടിക്കാൻ പറയും. അപ്പൊ വഹാബികളൊക്കെ ചോദിക്കാറുണ്ട്, അങ്ങനെയാവുമ്പോ ആ എഴുതി കുടിക്കുന്ന ആ ഖുർആന് നമ്മൾ വയറ്റത്തെത്തുമ്പോ അത് നജസിലേക്കല്ലേ, മാലിന്യത്തിലേക്കല്ലേ പോകുന്നത്? കണ്ടോ, ഇവര് ചെയ്യുന്ന പണി ഖുർആനെ നജസിലേക്ക് തള്ളി നീക്കാണല്ലോ എന്ന് പറയാറുണ്ട്. അവിടെ ആ പ്ലേറ്റിൽ എഴുതിയ ഖുർആൻ മായ്ച്ച നമ്മളെ കുടിക്കുന്നത്, മായ്ക്കലോടുകൂടെ എഴുത്തതിൽ മായലോടുകൂടെ എന്തായി, അത് ഖുർആൻ അല്ലാതെയായി. അപ്പൊ പ്രശ്നമല്ല കേട്ടോ, അത് വളരെ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമ്മൾ ഖുർആൻ, ഈ ഉപയോഗശൂന്യമായ ഖുർആനെ
വെള്ളം കൊണ്ട് കഴുകി അതിന്റെ എഴുത്ത് മായ്ക്കണമെന്നാണ്. പക്ഷെ അത് സൗകര്യമല്ലാതെ വരുന്നുണ്ട്. ഇപ്പോ ഏതെങ്കിലും വെള്ളത്തിലിട്ടാൽ, തോട്ടിലിട്ടാൽ, പുഴയിലിട്ടാൽ അതേറെ ചളിയിലായി അതിന്റെ ബഹുമാനം പോവാണ്. ആ ഒരവസ്ഥ അപ്പൊ അതിലുള്ളത് അല്ലേ. അപ്പൊ എന്താ ചെയ്യാ? അതിനെ കരിച്ചു കളയുക. എന്നിട്ട് അത് കരിക്കുമ്പോ നജസ്സുള്ളടത്തുനിന്ന് കഴിക്കാൻ പാടില്ല. നല്ല നജസ്സൊന്നും ഇല്ലാത്ത വൃത്തിയുള്ള സ്ഥലത്താണ് എന്താക്കണ്ടേ? കരിക്കണം. കാരണം മുസ്ഹഫിന്റെ, ഖുർആനിന്റെ ഹുർമത്തിന് ഒരു നിലക്കും കോട്ടം വരാത്ത വിധത്തിൽ അതിനെ സംരക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ട് പിന്നെ ആ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണല്ലോ നമ്മളിത് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് കരിക്കുമ്പോ എങ്ങനെയാവാ? അടുപ്പിൽ കൊണ്ടുപോയി കിട്ടുക, അല്ലെങ്കിൽ നെജസിലിട്ട് കരിക്കുക, അല്ലെങ്കിൽ കച്ചറൊക്കെ കത്തിക്കുന്നിടത്ത് ഖുർആനെയും കത്തിക്കാൻ പറ്റൂല. അതിനല്ല, വൃത്തിയുള്ള സ്ഥലത്ത് കരിച്ചു കളഞ്ഞ് അതിന്റെ പൊടി വെള്ളത്തിൽ ഒഴുക്കണം. ഇനി വെള്ളത്തിലൊന്നും ഒഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യം, വെള്ളം ഇല്ല, അങ്ങനെ പറ്റാത്തൊരു സ്ഥലമാണ്, എന്നാൽ ഒഴിച്ചു മൂടാമെന്ന് ഫുഖഹാക്കൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഖുർആനെ അതിന്റെ മഹത്വവുമായി ബന്ധപ്പെട്ട് അതിനെ ആദരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഖുർആനിക്ക് അർഹിക്കുന്ന ആദാബ് നൽകണം. അത് പാരായണം ചെയ്യുമ്പോഴും പറഞ്ഞല്ലോ, പൂർണ്ണ ശുദ്ധിയോടുകൂടെ കിബിലക്ക് മുന്നിട്ട് അവയവങ്ങളൊക്കെ അടക്കത്തോടെയാകണം. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാതെ നല്ല വസ്ത്രമിട്ട്, അതേപോലെ തന്നെ ശരീരം വൃത്തിയുണ്ടാകണം, വസ്ത്രം വൃത്തിയുണ്ടാകണം, ഓതുന്ന സ്ഥലവും അതേപോലെ നല്ല സുഗന്ധങ്ങളൊക്കെ പൂശി നല്ല സുഗന്ധങ്ങളുടെ ആ ഗന്ധം അടിച്ചു വീശുന്ന വിധത്തിലാകണം ഖുർആൻ ഓതേണ്ടത്. അതാണ് ഖുർആൻ ഓതുന്നതിന്റെ മര്യാദ. ആ നിലക്ക് കൃത്യമായി ഖുർആൻ ഓതുമ്പോ ആ ഖുർആൻ ഓതുന്ന സ്ഥലത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ വലയം ചെയ്യുന്നു. അതേപോലെ അല്ലാഹുവിന്റെ സാലിഹീങ്ങളായ ജിന്നുകളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകുന്നു. ഏത് വീടുകളിൽ വെച്ച് അല്ലാഹുവിന്റെ ഖുർആൻ ഓതുമ്പോ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹി യത്ലൂന കിതാബല്ലാഹ് ويتدارسونه فيما بينهم إلا نزلت عليهم السكينة وغشيهم الرحمة وحفتهم الملائكة وذكرهم الله تعالى عنده. ഈ പറഞ്ഞ ആദാബുകളൊക്കെ പാലിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്ന, അല്ലാഹുവിന്റെ ഖുർആൻ ഓതാനായി ആളുകൾ ഒരുമിച്ച് കൂടും. വീടുകളിൽ ഉപ്പയും ഉമ്മയും ഓരൊക്കെ എന്താക്കും? ഒരുമിച്ച് കൂടും. അതേപോലെ തന്നെ ആ ഖുർആനെ കുറിച്ച് പഠിക്കും. അതിന്റെ പഠനങ്ങൾ, പാരായണ ശാസ്ത്രം പഠിക്കും, അതിന്റെ ആശയങ്ങൾ പഠിക്കും. ഇങ്ങനെയുള്ള ചർച്ച ചെയ്യുന്ന ഇടങ്ങൾ. അതേപോലെ തന്നെ ഖുർആൻ ഭംഗിയായി ആദാബുകളൊക്കെ പാലിച്ച് ഓതുമ്പോ അവിടെ അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരുന്നു. ആ മലക്കുകൾ അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് അവരെ വലയം ചെയ്യുന്നു. വഹഫത്തുഹുമുൽ മലായിക, മലക്കുകൾ അവരെ ആവരണം ചെയ്യുകയാണ്, അവർക്ക് സംരക്ഷണം നൽകുകയാണ്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സന്നിധിയിൽ വെച്ച് അവരെ കുറിച്ച് പ്രകീർത്തിക്കുന്നുണ്ട്, പ്രശംസിക്കുന്നുണ്ട്. കണ്ടോ, നമ്മൾ ഖുർആൻ ഓതുമ്പോൾ അല്ലാഹു അവൻ മലക്കുകളുടെ എന്ത് ചെയ്യുന്നു? അവരെ പ്രകീർത്തിക്കുന്നുണ്ട്. ഇത്രമാത്രം നേട്ടം ഖുർആൻ ഓതിയാൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ ഖുർആൻ ഓതുന്നതിന് ഒരുപാട് ആദാബുകളുടെ കൂട്ടത്തിൽ മറ്റൊരു മര്യാദയാണ് ആശയം, അതിന്റെ അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഖുർആൻ ഓതണം. എന്നെ അർത്ഥം അറിയില്ലെങ്കിലും ഇത് അല്ലാഹുവിന്റെ കലാമാണ്. ഇതിൽ ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്, ഇതിലൊരുപാട് മുന്നറിയിപ്പുകളുണ്ട്, ഇതിലൊരുപാട് താക്കീതുകളുണ്ട്. ഇത് അല്ലാഹുവിന്റെ കലാമാണ് എന്ന ആ ഒരു ഭയത്തോടെ ഓതുകയാണെങ്കിൽ, ആ ഒരു ഭയത്തോടു കൂടെ ഓതുകയാണെങ്കിൽ നമുക്ക് സാധാരണ അർത്ഥം ചിന്തിക്കാതെ ഓതുന്നതിനേക്കാളും ഇരട്ടി പ്രതിഫലമുണ്ടെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു. മാത്രമല്ല, ആ നിലക്ക് ഖുർആൻ ഓതുമ്പോ നമ്മുടെ ഹൃദയത്തിന്റെ ചാബല്യങ്ങളെ, കീടങ്ങളെ മായ്ച്ചു കളയാൻ അത് കാരണമാകുന്നു.
നമ്മെ ഒന്ന് ഫിൽറ്റർ ചെയ്യാൻ അത് നിമിത്തമാകുന്നു. നമ്മുടെ എല്ലാ മാലിന്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്ത് ശരിയായ രീതിയിൽ ഇസ്ലാമിക കൾച്ചറിലൂടെ ജീവിക്കാനുള്ള വഴി തെളിയിക്കുന്നു. വദവാഹു കൽബിൻ ഖംസതുൻ ഫതിലാവതുൻ ബിതദബ്ബുരിൽ മഅനാ വലിൽ ബത്നിൽ ഖലാ വഖിയാമു ലൈലിൻ വത്തളറുഹു ബിസ്സഹർ ومجالسات الصالحين الفضلاء. ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുള്ള പഠിപ്പിക്കുകയാണ്, നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് ചാബല്യങ്ങള് കരിവാളിച്ചുകൊണ്ട് ഹൃദയം കറുത്തുപോയിരിക്കുകയല്ലേ. തെറ്റുകൾ ചെയ്യുമ്പോ, പാവക്കറകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോ നമ്മുടെ ഹൃദയത്തിന്റെ ഈമാനിക വെളിച്ചം അണയാൻ അത് നിമിത്തമാണ്. ഓരോ കറുത്ത പാടുകളാണ് നമ്മുടെ ഹൃദയത്തിൽ അവിടെ കടന്നു വരിക. ആ ഹൃദയത്തിന്റെ ആ കരിവാളിച്ച അതിന്റെ ഈമാനികമായ വശങ്ങൾക്ക് കോട്ടം വരുന്ന വഴികളെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഔഷധമായി സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളെ പഠിപ്പിക്കുന്നു. 5 കാര്യങ്ങളാണ് ഹൃദയം വിശുദ്ധിയാക്കാനുള്ളത്. കാരണം ഹൃദയത്തിന്റെ വിശുദ്ധിയാണ് നമ്മുടെ ശരീരത്തിന്റെ വിശുദ്ധി, നമ്മുടെ കണ്ണിന്റെ വിശുദ്ധി, കാതിന്റെ ശുദ്ധി, നമ്മുടെ ശരീരത്തിന്റെ എല്ലാ സെല്ലുകളും ക്ലിയർ ആകുന്നത് ഹൃദയത്തിന് വിശുദ്ധിയുണ്ടോ. അതുകൊണ്ടല്ലേ ഹബീബായ തങ്ങൾ പറഞ്ഞത്, അലാ ഇന്ന ഫിൽ ജസദി ലമുദ്ഗ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. ഹബീബായ തങ്ങൾ പഠിപ്പിക്കുന്നു, എല്ലാവരുടെ ശരീരത്തിലൊരു മാംസപിണ്ഡമുണ്ട്. ആ മാംസപിണ്ഡം അങ്ങ് നന്നായാൽ സ്വലഹൽ ജസദു കുല്ലുഹു, അവന്റെ ശരീരമാസകലം നന്നായി പോയി. വൈദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു, ആ മാംസപിണ്ഡം അങ്ങാലും മോശമായാൽ, അത് മലിനമായാൽ, അതിന് കേട് സംഭവിച്ചാൽ അവന്റെ ശരീരം മുഴുക്കെ കേട് സംഭവിക്കും കേട്ടോ, മോശമായി പോകും കേട്ടോ. ഏതാണാവോ ആ മാംസപിണ്ഡം? അലാ വഹിയൽ ഖൽബ്, അത് ഹൃദയമാണ്. അപ്പൊ നമ്മുടെ ഹൃദയത്തിന്റെ വിശുദ്ധിയാണ് നമ്മുടെ ശരീരത്തിന്റെ വിശുദ്ധി. ഹൃദയം ചാബല്യങ്ങളെ കൊണ്ട് നിറഞ്ഞാൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോ കരിവാളിച്ച പിടിക്കുന്ന ഹൃദയത്തിനാണ്. ആ ഹൃദയത്തിന്റെ ചേതന അറ്റുപോയാൽ അവന്റെ നാവിൽ നല്ല വാക്കുകൾ നിർഗളിക്കൂല, അവന്റെ കണ്ണുകൊണ്ട് നല്ലത് കാണാനൊക്കൂല, കാതുകൊണ്ട് നല്ലത് കേൾക്കാൻ സമയം കാണൂല, അവന്റെ കൈ കൊണ്ട് അല്ലാഹ് പൊരുത്തപ്പെടാത്ത രീതിയിലേക്ക് അതേ ശ്രദ്ധിക്കാൻ അവർക്ക് അവസരമുണ്ടാകൂല. കാലുകൊണ്ട് അല്ലാഹ് പൊരുത്തപ്പെടാത്തിടങ്ങളിലേക്ക് നടക്കുന്നതിന് അവന് മടിയുണ്ടാകൂല. ഈ പ്രശ്നങ്ങളില്ലാതിരിക്കണോ? നിന്റെ മനസ്സൊന്ന് ക്ലിയർ ആകണേ, ഹൃദയം ശുദ്ധിയാകണേ. ആ ഹൃദയം ശുദ്ധിയാക്കാനുള്ള ഔഷധമാണ്, അതിന്റെ വഴിയാണ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പഠിപ്പിച്ചത്. 5 മരുന്നുകള്, 5 പ്രതിവിധികൾ നൽകുന്നു. ഒന്നാമതായി പറഞ്ഞത് ഫതിലാവത്തുൻ, ഖുർആനോദലാണ്. ബിതദബ്ബുരിൽ മഅനാ, അർത്ഥം ചിന്തിച്ചുകൊണ്ട്, അർത്ഥം പതേ ചിന്തിച്ചുകൊണ്ട്, അതിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട്. അർത്ഥം അറിയില്ല, അതിന്റെ ആശയങ്ങൾ മനസ്സിലാകുന്നില്ല എങ്കിലും അല്ലാഹുവിന്റെ കലാമാണ്, പടച്ചവന്റെ കലാമാകുന്ന ഖുർആനാണ്, ഇത് അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ് എന്ന മഹത്വത്തോടെ ആ ഖൗഫോടങ്ങോദിയാൽ നമ്മുടെ ഹൃദയത്തിന്റെ എല്ലാ മാലിന്യങ്ങളും അത് തുടച്ചു നീക്കുന്നതാണ്. മറ്റൊന്ന് പറയുന്നു, വലിൽ ബത്തിനിൽ ഖലാ, ആ
ആവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിക്കണം, വയറ് നിറക്കണം. ആവശ്യത്തിലേറെ അവിടുന്നതാ വയറ് നിറക്കാൻ പാടില്ല. ഖിയാമുലൈലിന് രാത്രി സമയത്ത് നിസ്കരിക്കണം. റമദാനിലെ സ്പെഷ്യൽ നിസ്കാരമാണ് തറാവീഹ്. ഉമ്മമാരെ നമ്മൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കണം. വീട്ടിൽ തന്നെ ഉമ്മയും മക്കളൊക്കെ ജമാഅത്തായി നിസ്കരിക്കാം. എന്നല്ലാതെ അടുത്ത വീടുകളിൽ ചെന്ന്, വലിയൊരു വീടുണ്ട് പരിസരത്ത്, എല്ലാ വീട്ടിൽ പോയി ജമാഅത്തായി നിസ്കരിക്കുന്ന അങ്ങനെ ചുറ്റുപാട് ആവശ്യമില്ല. മറിച്ച് വീട്ടിൽ തന്നെ സൗകര്യമാണെങ്കിൽ അങ്ങനെ ചെയ്യണം. ഇല്ലെങ്കിൽ തനിച്ച് നിസ്കരിക്കണം. രാത്രി സമയങ്ങളിൽ തറാവീഹ്, അതുപോലെ തഹജ്ജുദ് നിസ്കാരങ്ങള്, ഇതൊക്കെ ധാരാളം പ്രതിഫലമുള്ള നിസ്കാരമാണ്. പാതിരാ സമയത്ത്, അത്താഴ സമയത്ത് എഴുന്നേറ്റ് റബ്ബിനോട് നിറമനസ്സോടെ തേങ്ങലോടെ കണ്ണുനീരൊലിപ്പിച്ച് റബ്ബിലേക്ക് പാശ്ചാത്തപിച്ച് മടങ്ങണം. അവന്റെ മുമ്പിൽ വിനയാന്വിതനായി കഴിയണം. ആ റബ്ബിന്റെ മുമ്പിൽ പൂർണ്ണമായി വണങ്ങുന്നവരാകണം. വമുജാലസാതു സാലിഹീനൽ ഫുളലാ, മഹാന്മാരുടെ സദസ്സില്, വയലിന്റെ സദസ്സില്, ദിക്റിന്റെ മജ്ലിസില്, സ്വലാത്ത് ഹൽഖ്, സ്വലാത്തിന്റെ മജ്ലിസില്, മഹാന്മാരുടെ ചാരത്ത്, ഇങ്ങനെയുള്ള സദ്വൃത്തരുടെ സദസ്സില് നിങ്ങളെ ഭാഗവാക്കാകണം. ഈ 5 കാര്യങ്ങൾ ചെയ്യുമ്പോ നമ്മുടെ ഹൃദയത്തിന്റെ മാലിന്യങ്ങൾ നിർമാർജനം ചെയ്യാൻ കഴിയും. നമ്മുടെ ഹൃദയത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് മുക്തി നേടിയാൽ നമ്മുടെ ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങളും എല്ലാ കീടങ്ങളിൽ മുക്തി നേടാൻ കഴിയുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു. ആ പറഞ്ഞ കൂട്ടത്തിൽ ഒന്നാമതായി പറഞ്ഞത് ഖുർആനോദലാണ്. അതുകൊണ്ട് വിശുദ്ധ റമളാനാണ്. ഈ റമളാനിന്റെ 5-ാമത്തെ ദിവസത്തിൽ നിൽക്കുമ്പോ നമ്മൾ എത്ര കണ്ട് ഖുർആനോദി. കഴിഞ്ഞുപോയ മഹാന്മാരും മഹദിമാരും ധാരാളം ഖുർആൻ പാരായണം ചെയ്തവരായിരുന്നല്ലോ. മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ, റാബിയത്തുൽ അദബിയ റളിയല്ലാഹു അൻഹാ, മൈമൂന ബീബി റളിയല്ലാഹു അൻഹാ, അവരൊക്കെ ഉമ്മമാരെ നമ്മുടെ മാതൃകാ മഹിളകളല്ലേ. അവർ അല്ലാഹുവിന്റെ വലിയത്തായത്, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽപ്പെട്ടത്, അല്ലാഹു സ്വീകരിച്ചത്, അവരതാ അല്ലാഹുവിലേക്ക് പൂർണ്ണമായി സമർപ്പിതരായി. അവർ ഇബാദത്തുകൾ ധാരാളം ചെയ്തു. പൂർണ്ണമായി എല്ലാ നിയമങ്ങളും പാലിച്ചു. കൂട്ടത്തിൽ അവർ ധാരാളം ഖുർആൻ പാരായണം ചെയ്തു. മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ റമളാൻ 15-നല്ലേ വഫാത്തായത്. ആ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ വഫാത്തായത് ഖുർആൻ ഓതിക്കൊണ്ടല്ലേ. ലഹും ദാറുസ്സലാം എന്ന ആയത്ത് ഓതുമ്പോൾ ആയ ഖുർആൻ ഇങ്ങനെ ഓതി. അവിടെ എത്തുമ്പോഴല്ലേ അവിടത്തെ ആത്മാവ് അല്ലാഹു പിടിച്ചു കൊണ്ടുപോയത്. എന്തൊരു നിമിഷമാണ്! കാരണം ഖുർആൻ ഓതുന്ന ഇടങ്ങളിൽ മലക്കുകളുടെ സാന്നിധ്യമുണ്ട്. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വലയം ചെയ്യുന്ന സദസ്സാണ്. അല്ലാഹുവിന്റെ ഇഷ്ടജനങ്ങളുടെ അർവാഹുകളുടെ സാന്നിധ്യമുണ്ട്. ആ നല്ലൊരന്തരീക്ഷത്തിൽ അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് യാത്ര പോയവരല്ലേ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ. ആ നഫീസ ബീബിയല്ലേ ഉമ്മമാരെ നമ്മൾ മാതൃകയാക്കേണ്ടത്. നമ്മുടെ റോൾ മോഡൽ അവരല്ലേ.
അവര് ധാരാളം ഖുർആൻ ഓതി. ആ ഖുർആൻ ഓതുന്നതിനിടയിലല്ലേ വഫാത്തായത്. അതുകൊണ്ട് ഉമ്മമാരെ, നമ്മൾ ധാരാളം ഖുർആൻ ഓതണം. ഖുർആൻ ഓതുന്നവരുടെ ശബ്ദം അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. ഖുർആൻ ഓതുന്നവരുടെ ശബ്ദം അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. സലാസത്തു അസ്വാത്തിൻ യുഹിബ്ബു അല്ലാഹ്, 3 ശബ്ദം അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ് കേട്ടോ. 3 ശബ്ദം അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. ഒന്നാമത്തെ ശബ്ദമേതാ? സൗതുത്തീക്, പൂവൻകോഴിയുടെ ശബ്ദം അല്ലാഹുവിന് ഇഷ്ടാണ്. നമ്മളെ വീടുകളിലേക്ക് കോഴി വളർത്താറില്ലേ? ആ കോഴികളെ കൂട്ടത്തിലുള്ള പൂവൻകോഴി, അതിന്റെ ശബ്ദം അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. ആ പൂവൻകോഴി വലിയ സ്ഥാനമറിയിക്കുന്നുണ്ട്. അതിന്റെ ശബ്ദം അല്ലാഹുവിന് ഇഷ്ടമാണെന്ന് പറയുമ്പോ അതിന് സ്ഥാനമുണ്ടല്ലോ. അതുകൊണ്ടല്ലേ മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു തന്റെ മകനോട് പറഞ്ഞു, യാ ബുനയ്യ ലാ യകൂനന്ന ദീഖു അഖിയസ മിൻകാ, മോനെ, പൂവൻകോഴി നിന്നെ ഓവർടേക്ക് ചെയ്യരുത്, നിന്നെ മറികടക്കുന്നവനാകരുത്, നിന്നേക്കാൾ അതിബുദ്ധിക്കാരനാവരുത്. പൂവൻകോഴി നിന്നെ തോൽപ്പിച്ച് കളയരുത്. കാരണം ഫൈന്നഹു യുനാദി ബിൽ അസ്ഹാർ വ അൻത നായിം, നീ നല്ല കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് പൂവൻകോഴി നേരത്തെ എഴുന്നേറ്റ് അത്താഴ സമയത്ത് അതിൻ്റെതായ രീതിയിൽ അല്ലാഹുവിനെ നിലവിളിക്കുന്നുണ്ട്, അല്ലാഹുവിനെ വണങ്ങുന്നുണ്ട്, അല്ലാഹുവിനെ നമിക്കുന്നുണ്ട്. അതേ ആ സമയത്തോ വാന്തനായും നീ കിടന്നുറങ്ങുകയാണ്. സുബഹിന്റെ സമയത്ത് നീ കിടന്നുറങ്ങുന്നു. പൂവൻകോഴിയോ നിന്നേക്കാൾ നേരത്തെ എഴുന്നേറ്റ് അത് നിലവിളിക്കുന്നു. ആ സ്വഭാവം, ആ പൂവൻകോഴിയുടെ സ്വഭാവം നിന്നെ തോൽപ്പിക്കാതെ ആ പൂവൻകോഴിയേക്കാൾ നേരത്തെ എഴുന്നേൽക്കുന്നവൻ നീയാകണമെന്ന് ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു അവിടുന്ന് ഉപദേശിച്ചുവെങ്കിൽ ആ പൂവൻകോഴിയുടെ ശബ്ദം അല്ലാഹുവിന് വലിയ ഇഷ്ടാണ്. ആ പൂവൻകോഴിയുടെ കൂകലിന്റെ സാരമെന്താ? ഓ അശ്രദ്ധയിലകപ്പെട്ട മനുഷ്യ, അശ്രദ്ധയിലകപ്പെട്ട മനുഷ്യ, ഉണർന്ന് ചിന്തിക്കൂ, ഉണർന്ന് പ്രവർത്തിക്കൂ. അശ്രദ്ധയിലായി അങ്ങ് ജീവിതം കളയേണ്ടവനല്ല, ശ്രദ്ധയില്ലാതെ ജീവിതം തുലക്കേണ്ടവനല്ല. ബോധത്തോടെ കഴിയണം, ഉണരണം, ഉണർന്ന് ചിന്തിച്ച് സുഹൃതങ്ങളിലേക്ക് നീങ്ങണം എന്ന മെസ്സേജാണ് പൂവൻകോഴിയുടെ കൂകലിന്റെ സാരം. ആ ശബ്ദം അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. മറ്റൊരു ശബ്ദമേതാണ്? വസൗതുല്ലദീന യഖറഉൽ ഖുർആൻ, ഖുർആനിന്റെ ശബ്ദം അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. ഖുർആൻ ഓതുന്നവരുടെ ശബ്ദം, ഖുർആൻ പാരായണം ചെയ്യുന്നവരുടെ ശബ്ദം അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. കണ്ടോ, റബ്ബ് ഇഷ്ടപ്പെടുന്ന ശബ്ദമാണ് ഖുർആൻ ഓതുന്നവരുടെ ശബ്ദം. നമ്മൾ അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി അവനെ മാത്രം ലക്ഷ്യം വെച്ച് ജനങ്ങളെ കൊണ്ട് ഖുർആൻ ഓത്തുകാരാണെന്ന് പറയിപ്പിക്കാനല്ല. ഖത്തം എത്ര തീർന്നു എന്ന് ചോദിക്കുമ്പോ ആളുടെയിൽ ഞാൻ ഇത്ര ഖത്തം ഓതി തീർത്തു എന്ന് പറയാനല്ല, മറിച്ച് നാളെ നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്ന, നമ്മെ ഒറ്റപ്പെടുന്ന ഖബറിൽ നമ്മളെ സാന്ത്വനപ്പെടുത്തുന്ന ആ ഖുർആൻ പാരായണമില്ലേ, ആ നിലയ്ക്ക് ഇഖ്ലാസോടെ ഖുർആൻ ഓതുന്നുണ്ടോ, അവരെ ശബ്ദം അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. മൂന്നാമതായി പറയുന്നു, വസൗതുല്ലദീന
യസ്തഗ്ഫിറൂന ബിൽഅസ്ഹാർ. പാതിരാ സമയത്ത് എഴുന്നേറ്റ് റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലി പാശ്ചാത്തപിച്ച് മടങ്ങുന്നവർ, തൗബ ചെയ്ത് മടങ്ങുന്നവരുടെ ശബ്ദം അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. നമ്മൾ അത്താഴം കഴിക്കാൻ നേരത്തെ എഴുന്നേൽക്കൂലേ, ആ സമയത്ത് എഴുന്നേറ്റ് റബ്ബിനോട്, വിശുദ്ധ റമളാൻ അത് മഗ്ഫിറത്തിന്റെ മാസമാണല്ലോ. നമ്മുടെ കഴിഞ്ഞു പോയ 11 മാസങ്ങളുടെ ആലസ്യങ്ങൾക്കും മരവിപ്പിനുമെല്ലാം അറുതി വീഴ്ത്തിക്കൊണ്ട് നിറ മനസ്സോടെ തേങ്ങലോടെ അവിടെ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ, അല്ലാഹുവിനോട് കരഞ്ഞ് കണ്ണുനീരൊലിപ്പിച്ച് പൊറുക്കലിനെ തേടുമ്പോ അല്ലാഹ്ക്ക് ആ ശബ്ദം വലിയ ഇഷ്ടമാണ് കേട്ടോ. പടച്ച റബ്ബ് ഇഷ്ടപ്പെടുന്നതാകണം നമ്മുടെ സംസാരം, പടച്ച റബ്ബ് ഇഷ്ടപ്പെടുന്നതാകണം നമ്മുടെ പ്രവർത്തനം, അല്ലാഹു സ്വീകരിക്കുന്നതാകണം നമ്മുടെ ഓരോ സെക്കൻഡുകള്. അല്ലാതെ നമ്മുടെ ജീവിതത്തിന് അങ്ങനെ ഇഷ്ടപ്പെടുത്തിയാൽ പരലോകത്തെത്തുമ്പോ നമ്മൾ വിരല് കടിക്കേണ്ടി വരും കേട്ടോ. ആ സമയത്ത് വിരല് കടിച്ച് ഫലമുണ്ടാകൂല. അങ്ങനെ ഒരവസ്ഥ വരാതിരിക്കാൻ ഇതുപോലുള്ള പുണ്യ റമളാൻ നമുക്ക് അല്ലാഹു നൽകി. ഖുർആൻ പാരായണം ചെയ്യാൻ സുവർണ അവസരം നൽകി. നമ്മളത് ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ നമ്മളെക്കാൾ ഹതഭാഗ്യരാരാണ്. അതുകൊണ്ട് നമ്മൾ ഖുർആൻ ഓതാൻ സമയം കണ്ടെത്തണം. കാരണം അല്ലാഹു നമുക്ക് നാവ് സൃഷ്ടിച്ചത് തന്നെ അതേ വഖദ് ഖലഖഹുല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു നാവ് സൃഷ്ടിച്ചത് അതേ ലിയത്ലുവ കിതാബഹു, അല്ലാഹുവിന്റെ ഖുർആനാകുന്ന, അല്ലാഹുവിന്റെ കലാമാകുന്ന ഖുർആനോദാനാണ് അല്ലാഹു നാവ് സൃഷ്ടിച്ചത്. അതുപോലെ അവരെ ദിക്ർ ചൊല്ലാനാണ്, ഉപദേശങ്ങൾ നടത്താനാണ്, നൽകാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അല്ലാതെ നോമ്പനുഷ്ഠിച്ച് നമ്മൾ എന്തെങ്കിലും അനിഷ്ടകരമായത് അല്ലാഹു ഇഷ്ടപ്പെടാത്ത സംസാരിച്ചാൽ നമ്മുടെ നോമ്പാവുകയില്ല. അപ്പൊ ആ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതിരിക്കാനാണ് ഖുർആൻ പാരായണം. ഖുർആൻ കൊണ്ട് നമ്മൾ വ്യാപൃതനായാൽ വേറെ വർത്താനത്തിനോട് സമയമുണ്ടോ? വേറെ വർത്താനത്തിന് സമയമില്ല. പ്രത്യേകിച്ച് സ്ത്രീകൾ മനസ്സിലാക്കണം അല്ലേ, റമളാനാകുമ്പോ അടുക്കള ജോലിയൊക്കെ തൽക്കാലം ഉച്ചവരെ അവിടെ മാറ്റി വെച്ചിട്ട് പരിസരത്തുള്ള വീട്ടുകാരൊക്കെ ഒരുമിച്ചുകൂടി ഇങ്ങനെ വർത്താനം പറഞ്ഞ് എനിക്ക് കുറച്ച് കഴിയുമ്പോ ഇങ്ങനെ ഡ്രസ്സ് വാങ്ങി ഡ്രസ്സിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയം പറയാം അല്ലെ. ആ ഡ്രസ്സിനെ കുറിച്ച് അഭിപ്രായം പറയും, മറ്റവരെ കുറിച്ച് അഭിപ്രായം പറയും. അതിന്റെ പേരിൽ അവർക്ക് മനസ്സിന് വിഷമം ഉണ്ടാവും. അവരവർക്ക് ഇഷ്ടപ്പെട്ടതല്ലേ വാങ്ങുക. അതിനെക്കുറിച്ച് നമ്മൾ അഭിപ്രായം പറയാൻ പോയാലോ അയൽവാസികൾ തമ്മിൽ പ്രശ്നം ഉണ്ടാവും. ചിലപ്പോ ഞാൻ വാങ്ങിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അവർക്ക് ഇഷ്ടപ്പെട്ടു, അവരവർക്ക് ഇഷ്ടപ്പെട്ടതല്ലേ വാങ്ങുക. അതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞ് പിന്നെ അതിന്റെ പേരിൽ വലിയ പ്രയാസങ്ങൾ. വിശുദ്ധമായ റമളാന്റെ പവിത്രമായ സമയത്ത് അയൽവാസികൾ പിണക്കത്തിന് കഴിയുക നിസ്സാര കാര്യമാണ് അല്ലേ, നിസ്സാര വിഷയമാണ്, പക്ഷെ വലിയ പ്രശ്നങ്ങളാണ് അല്ലേ. എത്ര സംഭവങ്ങളുണ്ട്. അള്ളാഹു നമ്മളെ പരിസരങ്ങളെ, നമ്മളെ അയൽവാസികൾ, അത്തരം പ്രശ്നങ്ങൾ നമ്മളെ കുടുംബത്തെ അള്ളാഹു കാക്കട്ടെ. നമ്മൾ മനസ്സിലാക്കണം, ആവശ്യമില്ല നിനക്ക് സ്ത്രീകൾ ഒരുമിച്ച് കൂടാൻ പാടില്ല എന്നല്ലേ പറഞ്ഞേ. അനാവശ്യമായി സ്ത്രീകൾ സംഘടിക്കുന്നതിൽ, ഒരുമിച്ച് കൂടുന്നതിൽ പുണ്യമില്ല മുഹമ്മദുർ റസൂലുള്ളാഹി. കാരണം സ്ത്രീകൾ ഒരുമിച്ച് കൂടിയ പറയന്നെ എന്തെന്നുണ്ടാവില്ല, ലക്കും ലഗാനുമില്ല എന്ന് പറയുന്നില്ലേ, ആ രീതിയിലാണ്. ഒരു ലൈസൻസ് ഉണ്ടാവില്ല. എന്തൊക്കെയോ തൊള്ളയിൽ വരുന്നൊക്കെ കണ്ട് പറയും. എവിടെ പറയാൻ പറ്റും പറയാൻ പറ്റൂല അതൊന്നും നോക്കൂല. അതാ റസൂലുള്ളാഹി പറഞ്ഞ ഫൈന്നഹുന്ന ഇദ ജിത്തമൈന കുൽനാ വകുൽനാ. സ്ത്രീകൾ ഒരുമിച്ച് കൂടിയ പറയന്നെ എന്ത് പറയാൻ പറ്റും അങ്ങനൊന്നും ഉണ്ടാവില്ല, ഒരു ലിമിറ്റ് ഉണ്ടാവില്ല, അങ്ങ് പറയല്. അവിടെ ആവശ്യമില്ലാണ്ട് സ്ത്രീകൾ ഒരുമിച്ച് കൂടാൻ പാടില്ല.
അപ്പൊ റമദാനാവുമ്പോ കാലത്ത് അടുക്കള ജോലിയൊക്കെ അല്പം മാറ്റി വെച്ചുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് പരിസരത്തുള്ള വീട്ടുകാരൊക്കെ ഒരുമിച്ച് കൂടി എന്തെങ്കിലും സ്വറ പറഞ്ഞ് വർത്താനം പറഞ്ഞ് സമയം കളയുക. അതിലൂടെ നമ്മുടെ നോമ്പ് നഷ്ടപ്പെടും. അല്ലേ? ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ, നോമ്പായി പരിഗണിക്കണമെങ്കിൽ തന്നെ എന്ത് വേണം? ഒന്നാമതായി പറഞ്ഞു മഹാന്മാര്, ഗീബത്തിൽ നിന്നും കളവിൽ നിന്നും അനാവശ്യ സംസാരങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കണം. ഇല്ലെങ്കിൽ നോമ്പാവൂല. മഹാനായ അബ്ദുല്ലാഹി അലവിൽ ഹദ്ദാദ് റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, നാവിനെ കളവിൽ നിന്ന് സൂക്ഷിക്കണം, ഗീബത്തിൽ നിന്ന് സൂക്ഷിക്കണം. പരദൂഷണം പറയുന്നു മറ്റുള്ളവരെ, അല്ലേ? ആ പരദൂഷണം പറയുന്നതിൽ നിന്ന് സൂക്ഷിക്കണം. അതേപോലെ തന്നെ അനാവശ്യ വർത്താനങ്ങളിൽ നിന്ന്, ആവശ്യമില്ലാത്ത പലതിൽ ഇടപെട്ട് സംസാരിക്കണം. ആ സ്വഭാവങ്ങൾ മാറ്റിയാലേ നിന്റെ നോമ്പായി പൂർണ്ണമായ നോമ്പാവുകയുള്ളൂ, പരിഗണിക്കുകയുള്ളൂ. ഇല്ലെങ്കിലോ കമ്മിൻ സ്വാഹിബിൻ ലൈസ ലഹു ഇല്ലൽ ജൂഉ വല്ലത്ശൂ. ദാഹിച്ചു വിശന്നു വലഞ്ഞു, ദാഹിച്ചു വലന്നു, വിശന്ന് പ്രയാസപ്പെട്ടു എന്നല്ലാതെ, അവശനായി എന്നല്ലാതെ ഒരു ഫലവും അവന്റെ നോമ്പ് കൊണ്ടില്ല എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസ് ഇത്തരം ആത്മാവ് നഷ്ടപ്പെട്ട നോമ്പുകാരാണെന്ന് മഹാനായ ഖാത്തിമത്തുൽ മുഹഖ്ഖിഖീൻ ഇബ്നു ഹജർ ലൈഥമി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. നമ്മുടെ നോമ്പാകണമെങ്കിൽ നാവിനെ സൂക്ഷിക്കണം, അവയവങ്ങളെ സൂക്ഷിക്കണം, എല്ലാത്തിനും സൂക്ഷിക്കണം. അങ്ങനെ സൂക്ഷിക്കാനൊക്കെ പറ്റിയൊരു വഴിയാണ് ഖുർആൻ. അല്ലേ? ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ ഇതിനെല്ലാം മാറിക്കൊണ്ട് പൂർണ്ണമായി അല്ലാഹുവിലേക്ക് ലയിച്ച് അവന്റെ കലാമാകുന്ന ഖുർആൻ എന്ന ബഹുമാനത്തോടെ നമ്മൾ അതവോടെ ഖുർആൻ ഓതുമ്പോ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടാവൂല. അപ്പൊ നമ്മുടെ നോമ്പും ക്ലിയറായി, നമ്മുടെ അവയവും ക്ലിയറായി, എല്ലാം റാഹത്തായി. അല്ലേ? ഇനിയിപ്പോ വർത്താനം പറഞ്ഞ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് പിടിച്ചില്ലെങ്കിൽ നമുക്ക് ടെൻഷൻ ഉണ്ടാകും. ടെൻഷൻ വന്നാ സുബ്ഹാനല്ലാഹ്, പിന്നെ പ്രഷറും കൊളസ്ട്രോളും ഷുഗറും ഒക്കെ എല്ലാത്തിനുള്ള പ്രശ്നം എന്താ വെച്ചാൽ ടെൻഷനാണ്. അല്ലേ? പ്രഷറിനൊക്കെ അതിന്റെ അളവുകൾ തെറ്റാനും കൂടാനും കുറെയൊക്കെ പ്രശ്നം വരുന്ന എവിടെയാണ്? ടെൻഷൻ വരുമ്പോഴാണ്. അതേപോലെ ഷുഗറിന്റെ പ്രശ്നം വരുന്നപ്പോഴാണ്, ടെൻഷൻ ഉണ്ടാകുമ്പോഴാണ്. അപ്പൊ വലിയ രോഗമാണ് യഥാർത്ഥത്തിൽ നമ്മൾ അനാവശ്യമായി ഒരുമിച്ച് കൂടി വർത്താനം പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കി തീർക്കുന്നത്. ഇപ്പോ അങ്ങനെ കൂടി വർത്താനം എന്ന് പറയില്ല, കാരണം കയ്യിലൊരു ഏടാകൂടുണ്ട്. അതിന് നല്ല വശങ്ങളുണ്ട്, മോശമായ വശങ്ങളുണ്ട്. ഏതും ഉപയോഗിക്കുന്നതനുസരിച്ചാണല്ലോ. അപ്പൊ മൊബൈലിലൂടെ ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ട് പരസ്പരം അങ്ങനെ ഒരു പ്രശ്നങ്ങള്, ആവശ്യമുള്ളതും ഇല്ലാത്തതിന് ചാറ്റിങ്ങും മറ്റൊക്കെ നടത്തുക, ഫോണിൽ സംസാരിക്കുക, ഫോണിൽ ചാറ്റ് ചെയ്യുക, അതിലൂടെ സമയം കളയുന്നു. അല്ലെങ്കിൽ ഹറാമായത് കൈവെള്ളയിൽ വെച്ച് കാണുന്നു, പാടില്ല കേട്ടോ. സൂറത്തുൽ ലുഖ്മാനിൽ പറയുന്നു, വമിനന്നാസി മൻ യശ്തരി ലഹവൽ ഹദീസ് ലിയുദില്ല അൻ സബീലില്ലാഹി വയത്തഖിദഹാ ഹുസുവാ വലഹും അദാബും മുഹീൻ. ജനങ്ങളിലുണ്ട് ചില ആളുകൾ യശ്തരി ലഹവൽ ഹദീസ്, അശ്ലീല ഉപകരണങ്ങൾ വാങ്ങുന്നവർ, വിനോദോപകരണങ്ങൾ വാങ്ങുന്നവർ. എന്തിനാ? ലിയുദില്ല അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ വഴിയെ തൊട്ട് മാർഗതടസ്സം സൃഷ്ടിക്കാൻ, അല്ലാഹുവിന്റെ വഴിയെ തൊട്ട് അവരെ മാറ്റി നിർത്താനായി വിനോദോപകരണങ്ങൾ, അശ്ലീല ഉപകരണങ്ങൾ വാങ്ങുന്നവർ ജനങ്ങളിലുണ്ട്. ലിയുദില്ല അൻ സബീലില്ലാഹ് എന്ന ആയത്തിന് റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തഫ്സീർ പറഞ്ഞത് യഅനി തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണത്തിന് മുടക്കം സൃഷ്ടിക്കാൻ, ഖുർആൻ പാരായണത്തിന് തടസ്സം സൃഷ്ടിക്കാൻ,
ഖുർആൻ ഓതുന്നതിൽ നിന്ന് മാറ്റി നിർത്താനായി അശ്ലീല ഉപകരണങ്ങൾ, വിനോദോപകരണങ്ങൾ വാങ്ങുന്നവർ നമ്മുടെ മൊബൈലിൽ ഏറ്റവും വലിയ വില്ലനാണ്. അതിന് ആവശ്യമുള്ളതിന് അപ്പുറം അനാവശ്യമായതിലേക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോ ഖുർആൻ ഓതുന്നതിന് തടസ്സമാകുന്നു അല്ലേ? നമ്മൾ വേഗം അതിന്റെ പിന്നാലെ നിസ്കാരം കഴിഞ്ഞ ഉടനെ അതില് അങ്ങനെ നമ്മൾ മുഴുകുമ്പോ തിലാവത്തുൽ ഖുർആൻ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എത്രമാത്രം അർത്ഥവത്തായ വരിയാണ്, അർത്ഥവത്തായ വിശദീകരണമാണ്. അതേ ലിയുദില്ല അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ വഴിയെ തൊട്ട് വഴി തിരിച്ചു വിടാൻ അഥവാ ഖുർആൻ ഓതുന്നതിൽ നിന്ന് തടസ്സം സൃഷ്ടിക്കാൻ കാരണമാകുന്ന ഏടാകൂടങ്ങള്, അശ്ലീല ഉപകരണങ്ങള്, വിനോദോപകരണങ്ങള് വാങ്ങുന്നവർ ജനങ്ങളിലുണ്ട്, ആളുകളിലുണ്ട്. അവർ അല്ലാഹുവിന്റെ വഴിയെ ഖുർആൻ പാരായണത്തെ സൽപ്രവർത്തനങ്ങളെ പുച്ഛത്തോടെ കാണുന്നു. അവരതാ ഇത്തരം ഉപകരണത്തിന്റെ പിന്നാലെ പോയി അനാവശ്യങ്ങളിൽ ഇടപെട്ട് ഖുർആൻ അവർക്ക് പ്രശ്നമല്ല, മറ്റു സൽക്കർമ്മങ്ങൾ പ്രശ്നമല്ല, ദീനീ നിയമസംഹിതകൾ വിഷയമേ അല്ല. ആ നിലയ്ക്ക് പുച്ഛത്തോടെ കാണുന്നവരില്ലേ, വലഹും അദാബും മുഹീൻ, അവർക്ക് അപമാനകരമായ ശിക്ഷയുണ്ട് കേട്ടോ. ഇതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. വളരെ ശരിയല്ലേ അല്ലേ? എത്രമാത്രം ഗൗരവത്തിലാണ് ഖുർആൻ പഠിപ്പിച്ചത്. ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞ എത്രമാത്രം വളരെ വ്യക്തമായ വിശദീകരണമാണ്. ഖുർആൻ ഓതൽക്ക് തടസ്സമാകുന്നു, അതുകൊണ്ട് ഖുർആൻ ഓതലിന് തടസ്സമാവരുത്. നമ്മൾ ധാരാളം ഖുർആൻ ഓതണം. ആ ഖുർആൻ ഓതുന്നതിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കി അത് നമ്മൾ ഓരോന്നും വളരെ ആദാബോടുകൂടെ അതിന്റെ മര്യാദകൾ പാലിച്ച് അർത്ഥം ചിന്തിച്ചുകൊണ്ട്, അർത്ഥം അറിയില്ലെങ്കിൽ അർത്ഥം അറിയുന്ന വിധത്തിൽ അഥവാ അതിനുള്ളതായ ഒരു ഗൗരവത്തോടെ നമ്മൾ ഓതുക. അതും നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാകണം. ഖുർആൻ ഓതുന്നതിന്റെ പാരായണ ശാസ്ത്രമുണ്ട് അല്ലേ? അതിന്റെ രീതി കൃത്യമായി നമ്മൾ പാലിച്ച് ഓതിയില്ലെങ്കിൽ ശ്രദ്ധിക്കണം അല്ലേ? ശ്രദ്ധിക്കാതോതിയാലോ ആ ഖുർആൻ ഓത്തുകൊണ്ട് ഫലമുണ്ടാവില്ല. തെറ്റുകൾ തിരുത്തി പാരായണ ശാസ്ത്രങ്ങളൊക്കെ മനസ്സിലാക്കി തജ്വീദിന്റെ നിയമത്തോടു കൂടെ നമ്മൾ നിർത്തി ധൃതിപ്പെട്ട് ഒന്നുമല്ലാതെ പോലെ നല്ല നിർത്തി സ്ലോ ആയി പരമാവധി നല്ല രീതിയിൽ ഓതുക. സ്പീഡ് ഓതുകയാണെങ്കിൽ തന്നെ നിയമങ്ങളൊക്കെ ഉൾക്കൊണ്ട് ഓതുകയാണെങ്കിൽ കുഴപ്പമില്ല. നിയമങ്ങളൊന്നും അറിയാതെ അത് ഖുർആനും അല്ല ഖുർആൻ അല്ലാത്തതല്ല, ആ രീതിയിൽ പകുതി അക്ഷരങ്ങൾ വിട്ട് പകുതി ഓതി ഇങ്ങനെയുള്ള ഒരു ശൈലി മാറ്റി തർത്തീല് അഥവാ നല്ല ക്രമത്തോടെ നിർത്തി അതിന്റെ ആദാവ് പാലിച്ചുകൊണ്ട് അങ്ങനെ ഖുർആൻ ഓതുമ്പോ ആ ഖുർആൻ ഓത്ത് നമുക്ക് ഫലം ചെയ്യും. അല്ലാത്തതോ നമ്മൾ വെറുതെ ഖുർആൻ ഓതി എന്ന് പറയല്ലാതെ നമുക്ക് യാതൊരു ഫലവും അല്ലാഹുവിന്റെ അടുക്കൽ ഉണ്ടാവൂല. അതുകൊണ്ട് ധാരാളം ഖുർആൻ ഓതുക. ഖുർആനുകൾ ധാരാളം ഓതി നമ്മുടെ നാവും നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും അല്ലാഹുവിന്റെ കലാമാകുന്ന ഖുർആനിലായി അങ്ങ് ലയിച്ച് ഈ വിശുദ്ധ റമദാൻ കഴിയുമ്പോൾ ചുരുങ്ങിയത് നമുക്കൊരു 3 ഖതമെങ്കിലും ഓതാൻ നമ്മൾ സമയം കണ്ടെത്തണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ ആ ഖുർആനിൽ പ്രധാനപ്പെട്ട ഒരുപാട് സൂറത്തുകളുണ്ട്. ഒരുപാട് സൂറത്തുകൾ നമ്മളെല്ലാം മനസ്സിലാക്കിയവരാണ്, ഓതിക്കൊണ്ടിരിക്കുന്നവരാണ്. യാസീൻ സൂറത്ത് ഏത് ലക്ഷ്യം വെച്ച് ഓതിയാലും അത് സാക്ഷാത്കരിക്കാൻ യാസീൻ സൂറത്ത് വലിയ നിമിത്തമാണല്ലോ. അപ്പൊ യാസീൻ സൂറത്ത് ഓതുമ്പോഴും അവിടെ തെറ്റുവരാതെ ഓതണം. ഖുർആൻ ഓതുമ്പോൾ മറ്റൊരു അതിന്റെ മര്യാദയാണ്, ഏറ്റവും പുണ്യമുള്ള കാര്യമാണ് ഖുർആൻ നോക്കി ഓതുക. കാണാതെ ഓതുന്നതിനേക്കാളും ഇരട്ടി പ്രതിഫലമാണ് നോക്കി ഓതൽ. യാസീന് തന്നെ നമുക്ക് കാണാതെ അറിയും, എങ്കിലും നോക്കി ഓതലാണ്. നോക്കി ഓതുമ്പോ നമുക്ക്
കാണാതെ ഓതുന്നതിനേക്കാളും ഇരട്ടി പ്രതിഫലം ലഭിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ ഖുർആൻ ഓതുമ്പോൾ അഊസു ചൊല്ലണം. എന്തിനാണ് ഇസ്തിആദത്ത്? കാരണം ഖുർആൻ ഓതുമ്പോൾ പിശാച് നമ്മളെ അതിലിങ്ങനെ പിന്തിരിപ്പിക്കും. അപ്പൊ ആദ്യം തന്നെ കാവലിനെ തേടിയാൽ അവനെ പിടിച്ചു കെട്ടി അവിടെ, അല്ലേ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ഇസ്തിആദത്ത് നടത്തിക്കൊണ്ട് കാവലിനെ തേടിക്കൊണ്ട് നമ്മള് ഔദു ചൊല്ലി ഖുർആൻ ഓതുകയാണെങ്കിൽ നമ്മളെ പിശാച് അതിൽ പിന്തിരിപ്പിക്കൂല. അപ്പൊ ഔദും ബിസ്മിയൊക്കെ ചൊല്ലിയാകണം ഓതേണ്ടത്. അപ്പൊ ആദ്യം തന്നെ കാവലിനെ തേടിയ പിന്നെ പിശാച് നമ്മളെന്താവൂല, ഓവർടേക്ക് ചെയ്യൂല. നമ്മെ അതിൽ നിന്ന് മാറ്റി ഖുർആൻ ഓതുന്ന ശ്രദ്ധ മാറ്റി മറ്റൊന്നിലേക്ക് നമ്മളെ ശ്രദ്ധ നടത്തൂല. അതുകൊണ്ട് നമ്മൾ ഖുർആൻ ഓതുമ്പോ ഔദു ഓതിക്കൊണ്ട് നോക്കി ഓതുക. നോക്കാതെ ഓതുന്നവർക്ക് 1000 പ്രതിഫലമാണെങ്കിൽ നോക്കി ഓതുന്നവർക്ക് 2000 പ്രതിഫലമാണ്. മനസ്സിലായില്ലേ? യാസീൻ തന്നെ അറിയുന്നത് കാണാതെ അറിയുന്നാലും നോക്കി ഓതുക. ഖുർആൻ അങ്ങനെയാണ്, നോക്കി ഓതുമ്പോ. അപ്പൊ ഖുർആൻ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഓതുക, നല്ല ഖൗഫോട് കൂടെ. അപ്പൊ നമുക്കൊന്നും കൂടെ ഖുശൂ ഉണ്ടാവും. മുസ്ഹഫ് കയ്യിൽ പിടിച്ച് ഇങ്ങനെ ഓതുമ്പോ മുസ്ഹഫ് ഉണ്ടായിരിക്കുമ്പോൾ മൊബൈലൊന്നും ഓതാൻ നിൽക്കണ്ട. മൊബൈലിലൊക്കെ സംവിധാനം ഉണ്ട് വെച്ചിട്ട് അത് ഏതെങ്കിലും യാത്രയിലോ നമുക്ക് മുസ്ഹഫ് എടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താം. മുസ്ഹഫ് തന്നെ വീട്ടിൽ നിന്ന് മുസ്ഹഫ് കൈ പിടിച്ച് നമുക്ക് ഓതാൻ പറ്റുമ്പോൾ നമ്മളെന്തിനാ വെറുതെ അത് മാറ്റി വെച്ചിട്ട് മൊബൈലിലൊക്കെ ആ ഒരു ഖൗഫ് ഉണ്ടാവും, ആ ഒരു ഭക്തി ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മള് മുസ്ഹഫ് കയ്യിൽ പിടിച്ച് അതവോടുകൂടെ ഖൗഫോടുകൂടെ ഓതുമ്പോ നമുക്ക് ഇരട്ടി പ്രതിഫലമുണ്ടാകുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ ആ സൂറത്തുകൾ ഒരുപാട് പതിവാക്കുന്ന സൂറത്തുകൾ നമ്മളുണ്ട്, അല്ലേ? വാഖിയ സൂറത്തുണ്ട്, അതേപോലെ തന്നെ മുൽക്ക് സൂറത്തുണ്ട്. അതോടൊപ്പം നിങ്ങൾക്ക് എളുപ്പമുള്ള ഒരു വഴി പറഞ്ഞുതരാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, രാത്രി കിടക്കാൻ നേരത്ത് 1000 ആയത്തോതാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ബെഡൊക്കെ പിരിച്ച് എങ്ങനെ ഒന്ന് കിടക്കുന്ന നേരത്ത് പിന്നെ അവിടെ 1000 ആയത്ത് അവിടെ നിന്ന് ഓതാ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, 1000 ആയത്തോതാൻ കഴിയുമോ? ആ സമയത്ത് സ്വഹാബത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് സാധ്യമല്ല നബിയേ. ഹബീബായ തങ്ങളെ മറുപടി, എന്നാൽ സൂറത്തു തകാസുർ അഥവാ അൽഹാകുമുത് തകാസുർ എന്ന് തുടങ്ങുന്ന ചെറിയ സൂറത്തില്ലേ, ആ സൂറത്ത് നിങ്ങൾ കിടക്കാൻ നേരത്ത് ഓതാൻ പറ്റുമോ? എങ്കിൽ 1000 ആയത്തോതിയ പ്രതിഫലമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി. അൽഹാകുമുത് തകാസുർ എന്ന് തുടങ്ങുന്ന ആ ചെറിയ സൂറത്ത് കിടക്കാൻ നേരത്ത് ഓതിയാൽ 1000 ആയത്തോതിയ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നു. അതുപോലെ സൂറത്തുൽ വാഖിയ പതിവാക്കുകയാണെങ്കിൽ അവന് ദാരിദ്ര്യം ഭയപ്പെടേണ്ടതില്ല, അവന് ദാരിദ്ര്യം ഉണ്ടാവൂല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വഫാത്താകാൻ നേരത്ത്, ആ വഫാത്ത് സംഭവിച്ച മരണസമയത്ത് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്ത് ചെന്നു. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ സവിധത്തിൽ ചെന്നു. അങ്ങനെ ചെന്നുകൊണ്ട് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്താണ് അങ്ങയുടെ പ്രശ്നം? അങ്ങയുടെ പ്രയാസം എന്താണ്? അങ്ങയുടെ പ്രശ്നം എന്താണ്? അങ്ങ് ഏത് വിഷയത്തിലാണ് പ്രയാസപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ദുനൂബി, എന്നെ ഇപ്പോൾ അലട്ടുന്ന പ്രശ്നം, എനിക്കിപ്പോൾ നേരിടുന്ന പ്രയാസം എന്റെ പാപങ്ങളാണ്.
അത് അവരുടെ താഴ്മയുടെ പ്രയോഗമാണ്. സ്വഹാബി വര്യനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനിപ്പോൾ നേരിടുന്ന പ്രശ്നം എന്താണെന്നറിയുമോ? ദുനൂബി, എന്റെ പാവങ്ങളാണ്, എന്റെ പാവങ്ങളാണ്, ഞാൻ ചെയ്തു കൂട്ടിയ തെറ്റുകളാണ് എന്റെ പ്രശ്നമെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്. ആ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് ചോദിക്കുന്നു, വല്ല ആവശ്യവുമുണ്ടോ? ഞാൻ ഡോക്ടറെ സമീപിക്കട്ടെയോ അങ്ങയുടെ രോഗചികിത്സകാർത്ഥം? പറയുന്നു, ഡോക്ടർ അല്ലാഹുവാണ്, രോഗം നൽകിയവൻ അല്ലാഹുവാണ്, അതിന്റെ പ്രതിവിധി അല്ലാഹുവിന്റെ അടുക്കലാണ്, എനിക്ക് മറ്റൊരു ഡോക്ടർ ആവശ്യമില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിക്കുകയാണ്, മറ്റു വല്ല ആവശ്യങ്ങളോ? അവിടെന്ന് പറഞ്ഞിരിക്കൊന്നും ആവശ്യമില്ല, എന്നാൽ നിങ്ങൾക്ക് 2 പെൺമക്കളില്ലേ, എന്നാ ആ മക്കൾക്ക് വേണ്ടി വല്ലതും നിക്ഷേപിക്കാൻ ഞാൻ അവസരമുണ്ടാക്കട്ടെയോ? അവർക്ക് വേണ്ടി വല്ലതും നൽകട്ടെയോ? ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, എനിക്ക് അതിന്റെ ആവശ്യമില്ല, എന്റെ മക്കൾക്ക് ഒരിക്കലും ദാരിദ്ര്യമുണ്ടാവൂല. കാരണം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു സൂറത്ത് പഠിപ്പിച്ചിട്ടുണ്ട്, അഥവാ സൂറത്തുൽ വാഖിയ. ആ വാഖിയ സൂറത്ത് നിത്യവും പാരായണം ചെയ്താൽ ലം തുസിബുഹു ഫാഖാ, അവർക്ക് ദാരിദ്ര്യമുണ്ടാവൂല, അവർക്ക് ദാരിദ്ര്യമുണ്ടാവൂല, ഒന്നും ഭയപ്പെടേണ്ടതില്ല. ദാരിദ്ര്യത്തെ ഭയപ്പെട്ട് നേരത്തെ ഒരുക്കി വെക്കേണ്ട ആവശ്യമില്ല. ലം തുസിബുഹു ഫാഖാ, സൂറത്തുൽ വാഖിയ അവിടുന്ന് പാരായണം ചെയ്യുന്നവരുണ്ടോ അവർക്ക് ദാരിദ്ര്യമുണ്ടാവൂല, പട്ടിണിയുണ്ടാവൂല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളെ തിരു ഹദീസ് പഠിപ്പിച്ചുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞുവെങ്കിൽ, ഓ സഹോദരന്മാരെ സഹോദരിമാരെ, സൂറത്തുൽ വാഖിയ നമ്മൾ മുടങ്ങാതെ പതിവാക്കുന്നവരാകണം. അതുപോലെ സൂറത്തുൽ മുൽക്ക്, ഒറ്റപ്പെടുന്ന ഖബറിന് നമുക്ക് രക്ഷ വേണം. ആരാരുമില്ലാത്ത ഖബറിന് രക്ഷ വേണ്ടയോ? നമ്മുടെ ഭർത്താക്കന്മാര്, ഭാര്യമാര്, ഉറ്റവരുടെയവര്, മാതാപിതാക്കള്, മക്കള് ആരും നമ്മുടെ ഖബറിൽ നമ്മളോടൊപ്പം ഉണ്ടാവൂല. നമ്മൾ ഒറ്റപ്പെട്ട ഖബറിൽ കഴിയുമ്പോ നമ്മെ സാന്ത്വനപ്പെടുത്തുന്നത്, നമ്മെ രക്ഷപ്പെടുത്തുന്നത് നമ്മൾ ചെയ്ത കർമ്മങ്ങളാണ്. ഖുർആൻ ഓതിയിട്ടുണ്ടോ എങ്കിലാ ഖുർആൻ നമ്മെ അവിടെ ഖബറിന്റെ അദാബിൽ നമ്മളെ ആ ഖബർ രക്ഷപ്പെടുത്തും കേട്ടോ. നമ്മൾ ഓതിയ ഖുർആൻ, നമ്മൾ അനുഷ്ഠിച്ച നോമ്പ്, നമ്മൾ നേർന്ന സദഖകള്, ഹദിയകളെല്ലാം നിങ്ങൾ ഓരോ ക്ലാസ്സിന് വരുമ്പോ ഹദിയ നേരുന്നുണ്ടാകോ, മുഹിമ്മാത്തിലേക്ക് നിങ്ങൾ സംഭാവന ചെയ്യുന്നുണ്ടാകോ, അത് വെറുതെ ആവൂല. ഈ മഹത്തായ സ്ഥാപനത്തിലെ യതീമക്കൾക്ക് വേണ്ടി, മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി, ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി, അഗതികളായ മക്കൾക്ക് വേണ്ടി, അങ്ങനെ നിങ്ങൾ നൽകുന്ന സംഭാവനകളെല്ലാം, നിങ്ങൾ നൽകുന്ന അരിയില്ലേ, നിങ്ങൾ നൽകുന്ന തേങ്ങയില്ലേ, നിങ്ങൾ നൽകുന്ന വ്യത്യസ്തമായ സഹായസ്തങ്ങൾ മുഴുവനും നിങ്ങൾക്ക് ഒറ്റപ്പെടുന്ന ഖബറിൽ നിങ്ങളോടൊപ്പം സഞ്ചരിക്കുന്നു കേട്ടോ. നമ്മുടെ വീട്ടിലേക്ക് അവിടെ നദാ സഹായസ്തവുമായി വരുമ്പോ, യാചകന്മാര് വരുമ്പോ നമ്മൾ ഒട്ടും മടിയുണ്ടാകാൻ പാടില്ല. നമ്മൾക്കൊരിക്കലും അതിനോട് പുച്ഛമുണ്ടാകാൻ പാടില്ല. അവരെ സ്വീകരിക്കണം, ഉണ്ടെങ്കിൽ കൊടുക്കണം, ഇല്ലെങ്കിൽ നല്ല വാക്ക് പറയണം. നല്ല വാക്ക് പറയൽ സ്വതക്കയാണല്ലോ. നമ്മൾ 4
4 വർത്താനം പറഞ്ഞ് 10,000 രൂപ കൊടുത്താലും ഫലമില്ല. അവരെ നിരുത്സാഹപ്പെടുത്താതെ, അവരെ കുറ്റപ്പെടുത്താതെ, ചീത്ത പറയാതെ, അവരെ വെറുപ്പോടെ കാണാതെ, നല്ല മനസ്സോടെ വല്ലതും നൽകിയാൽ മാത്രമേ നമുക്ക് ഫലം ലഭിക്കുകയുള്ളൂ. ഒന്നും കൊടുത്തില്ലെങ്കിലും നല്ല വാക്ക് പറഞ്ഞാൽ അത് നമ്മൾക്ക് വലിയ സദഖയാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ സഹോദരന്റെ മുഖം നോക്കി പുഞ്ചിരിക്കുന്നത് സദഖയാണല്ലോ. ഒരിക്കലും പരുക്കൻ സ്വഭാവത്തോടെയാകരുത്, ആരോടും വെറുപ്പോടെ ഇടപെടരുത്. നല്ല പുഞ്ചിരിക്കുന്ന മുഖത്തോടെ പരസ്പരം ഉമ്മമാരെ, സ്ത്രീകൾ പരസ്പരം നിങ്ങൾ കാണുമ്പോ, അയൽവക്ക വീട്ടുകാർ പരസ്പരം കാണുമ്പോ പുഞ്ചിരിയോടെയാകണം സമീപിക്കേണ്ടത്. അങ്ങനെ ആ പുഞ്ചിരി അത് ധർമ്മമാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്യുന്ന നന്മകളെല്ലാം ഈ മുഹിമാത്തിനെ സ്നേഹിച്ച് നിങ്ങളെല്ലാ വർഷങ്ങളും വ്യത്യസ്ത സമയങ്ങൾ നൽകുന്ന ഓരോ നാണയത്തുട്ടുകളും നിങ്ങളെ വീടുകളിൽ വെച്ച് നിങ്ങൾ ബോക്സുകൾ സ്ഥാപിച്ചു നൽകുന്നത്, വീട്ടിലേക്ക് റമദാനിൽ വരുമ്പോ അല്ലാത്തപ്പോ വരുമ്പോ നിങ്ങൾ നൽകുന്നത്, എല്ലാ സഹായസ്ഥങ്ങളും ഒറ്റപ്പെടുന്ന ഖബറിൽ നമ്മ വലിയ സാന്ത്വനപ്പെടുത്താൻ ഇന്ന് ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിന് നിങ്ങളതാ സഹായികളായ, നിങ്ങളെ സഹായിച്ചാൽ ഒറ്റപ്പെടുന്ന ഖബറില് നമ്മൾ നൽകിയ ഈ സാന്ത്വന പ്രവർത്തനങ്ങള്, നമ്മൾ നൽകിയ നാണയത്തുട്ടുകള്, നമ്മൾ നൽകിയ സഹായസ്ഥങ്ങള് നമുക്ക് വലിയ തുണയാണ് കേട്ടോ. അവിടെ നമ്മുടെ പറമ്പ് കൂടെ വരൂല, നമ്മുടെ ഏക്കർ കണക്കിന് ആസ്തികളൊന്നും ഫലം കിട്ടൂല. അതിൽ നിന്ന് അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഇതുപോലുള്ള സ്ഥാപനങ്ങൾക്ക് നിങ്ങൾ സഹായിച്ചിട്ടുണ്ടോ? നല്ലതിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടോ? ഈ മുഹിമാത്തിന്റെ പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ ആളുകളല്ലേ നിങ്ങള്? പരിസരവാസികളായ നിങ്ങൾക്ക് ഇതിന്റെ വളർച്ചയിൽ നിങ്ങൾക്കറിയാം, ഇവിടെയുള്ള ഇതിന്റെ നേട്ടങ്ങൾ അറിയാം. ശൈഖുനാ സയ്യിദ് ത്വാഹിർ അൽ-അഹ്ദൽ തങ്ങൾ ഉസ്താദിന്റെ ആ മഹത്തായ സഹായം, അവിടുത്തെ മദദ് ആസ്വദിച്ചവരാണ്. അല്ലാഹു നമുക്ക് നൽകട്ടെ. ആ തങ്ങൾ ഉസ്താദിന്റെ കറാമത്ത് കൊണ്ട് എത്രയോ നേട്ടങ്ങൾ ലഭിച്ചവരാണ്. അല്ലാഹുവേ, അവിടുത്തെ ദറജേറ്റണേ അല്ലാഹ്. അവിടുത്തെ മഹത്തായ സ്ഥാപനത്തിന് സഹായിച്ച, സഹകരിച്ചു കൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായിടങ്ങളിൽ സ്ഥാപനാവശ്യാർത്ഥം വിദേശത്തും നാടുകളിലും വ്യത്യസ്ത നാടുകളിൽ പ്രദേശങ്ങളിൽ അവിടുന്ന് ഇതിന്റെ പ്രചരണവുമായി സ്ഥാപനത്തിന്റെ ആവശ്യാർത്ഥം വ്യത്യസ്തമായിടങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോഴൊക്കെ വലിയ വലിയ സഹായങ്ങൾ, ചെറുതും വലുതുമായ ധാരാളം സഹായം നൽകുന്നവരുണ്ട്. ഓരോ നാടുകളിലേക്ക് ചൊല്ലുമ്പോൾ മുഹിമ്മാത്തിന് വേണ്ടി പ്രത്യേകം അവിടെ നിന്ന് കരുതി വെച്ച് നൽകുന്നവരുണ്ട്. എല്ലാം നീ കബൂലാക്കണേ അല്ലാഹ്. മുഴുവൻ ആളുകൾക്കും അവരുടെ എല്ലാവിധ ഹലാലായ ഉദ്ദേശം ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. വിഷമങ്ങള്, പ്രയാസങ്ങൾ തീർത്തു കൊടുക്കണേ അല്ലാഹ്. ഖൈറിന്റെ വഴി ധാരാളം തുറക്കണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണേ അല്ലാഹ്. ഉള്ളവരെ ജോലിയിൽ വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്. നല്ല ഐശ്വര്യമുള്ള കുടുംബമാക്കണേ അല്ലാഹ്. ഒരുപാട് ആള് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കിഡ്നിയില് കല്ല് കൊണ്ട് ഒരു സ്കാനിങ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓപ്പറേഷൻ ആകാൻ പറഞ്ഞിട്ടുണ്ട്. ഓപ്പറേഷൻ ഇല്ലാതെ സുഖമാകാൻ വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുവേ, ഹബീബായ തങ്ങളെ ബറക്കത്തുകൊണ്ട്, ബദരീങ്ങളെ ബറക്കത്തുകൊണ്ട്, ശൈഖുനാ സയ്യിദ് ത്വാഹിർ അൽ-അഹ്ദൽ തങ്ങൾ ഉസ്താദിന്റെ ബറക്കത്തുകൊണ്ട്, നീ ആദരിച്ച സർവ്വ മഹാന്മാരെ ബറക്കത്തുകൊണ്ട് ഓപ്പറേഷന് വിധേയമാകാതെ നീ ആജിലായ ശിഫ നൽകണേ അല്ലാഹ്. ഒരു പ്രയാസമില്ലാതെ, കല്ലോ എന്ത് പ്രശ്നമാണെങ്കിലും അതൊക്കെ സുഖം നൽകുന്നവൻ നീയാണ്.
ഹബീബായ തങ്ങളെ കൊണ്ട് ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ബറക്കത്ത് കൊണ്ട് ശൈഖുനയുടെ ബറക്കത്ത് കൊണ്ട് ഓപ്പറേഷന് വിധേയമാകാതെ അല്ലാഹുവേ നീ പൂർണ്ണ ശിഫ നൽകണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഒരു 11 ഇസ്തിഗ്ഫാർ ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അദീം. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد أرحم الراحمين يا الملك الجليل يا الله. വിശുദ്ധ റമദാനിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയത്, ഇതുവരെ സംസാരിച്ചത്, ശ്രമിച്ചത്, ഈ മഹത്തായ മജ്‌ലിസിൽ ഭാഗവാക്കായ ഓരോ സെക്കൻഡുകളും അതിൻ്റെ ന്യൂനതകൾ പരിഹരിച്ച് നീ കബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്, തട്ടിക്കളയല്ല അല്ലാഹ്. ഇതിൻ്റെ വിസ്റ് സവാബ് ഹബീബായ പൊന്നു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾപ്പെടെ നീ ആദരിച്ച സർവ്വ മഹാന്മാരെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. വിശിഷ്യ ശൈഖുനാ സയ്യിദ് ത്വാഹിർ അൽ-ഹദർ തങ്ങൾ ഉസ്താദ്, അതുപോലെ മഹദി ശരീഫ് ബീബി ഉമ്മർ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുത്ത് അവരെല്ലാവരുടെ ദറജേറ്റണേ അല്ലാഹ്. അവരെ മദദ് കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളെല്ലാം നിന്റെ പാവങ്ങളായ അടിമകളാണ് റബ്ബേ. ജീവിതത്തിൽ ഒരുപാട് പാകപ്പിഴവുകൾ, തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ് അല്ലാഹ്. നീ ഗഫൂറാണ്, ഗഫാറാണ്. ഏത് ദോഷികൾക്കും കുറ്റവാളികൾക്കും പൊറുക്കുന്ന രാജാവാണ്. മിസ്കീന്മാരായ ഞങ്ങളെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഈ സെക്കൻഡ് വരെ സംഭവിച്ച മുഴുവൻ തെറ്റുകുറ്റങ്ങൾ നീ വിട്ടുപുറത്ത് മാപ്പ് നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, ഗുരുവര്യന്മാർ, ശിഷ്യന്മാർ, സ്നേഹജനങ്ങൾ, ഇഷ്ടജനങ്ങൾ, ദ്വാരക്കാമെന്ന വാക്കുകൊടുത്ത, കടപ്പെട്ട, സഹായിച്ച, സഹകരിച്ച, ബന്ധം സ്ഥാപിച്ച മഹത്തായി സ്ഥാപനത്തിന്റെ തുടക്കം മുതൽ ഇന്നേ വരെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും, പ്രത്യേകിച്ചും ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടി അവരുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും പൊറുക്കണേ അല്ലാഹ്. ശിഷ്ടകാല ജീവിതം തെറ്റുകലരാതെ നീ പൊരുത്തപ്പെട്ട നിലക്ക് നയിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം നിന്റെ ത്വാഅത്തിലായി പ്രദാനം ചെയ്യണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണം, അപകടം മൂലം വരുന്ന മരണം, പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കുന്ന മരണം, നടുറോട്ടിൽ വീണ പെടഞ്ഞു മരിക്കുന്ന ദാരുണ മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങൾ ഓരോരുത്തരുടെ ശരീരത്തിൽ എന്തെല്ലാം രോഗാണുക്കളുണ്ടോ, ഇവിടെ ഒരുമിച്ച് കൂടിയവരുണ്ടോ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ടോ, സംഭാവന ചെയ്തവരുണ്ടോ, ഈ സ്ഥാപനത്തിന് അരിയായും മറ്റു നിലക്കുള്ള സഹായസ്ഥങ്ങൾ നേർന്നവരുണ്ടോ, അവരുടെ കുടുംബാംഗങ്ങളുണ്ടോ, ഞങ്ങളെ കുടുംബാംഗങ്ങളുണ്ടോ, പ്രത്യേകിച്ചും സാധുവിൻ്റെ ഒരു അമ്മായിമ ഉൾപ്പെടെ ആരൊക്കെ എന്തെല്ലാം രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ടോ, യാ ഷാഫിയ അല്ലാഹ്, യാ കാഫിയ അല്ലാഹ്. ശിഫ നിന്റെ ഔദാര്യമാണ് അല്ലാഹ്. ആജിലായ ശിഫ നൽകണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. മാരകമായ മാറാവ്യാധി രോഗം നൽകി പരീക്ഷിക്കല്ല അല്ലാഹ്. സാഹിരീങ്ങളെ സിഹറിൽ നിന്ന്, ഐനീങ്ങളായി നിന്ന്, ഹാസിദീങ്ങളെ ഹസദിൽ നിന്ന്, ഖായിനീങ്ങളെ ഖിയാനത്തിൽ നിന്ന്, ഫത്താനീങ്ങളെ ഫിത്നയിൽ നിന്ന്, അഅദായിങ്ങളെ അദാവത്തിൽ നിന്ന് എല്ലാവിധ ദുർബോധന ശക്തികളും ഞങ്ങളെല്ലാവരും നീ കാക്കണേ അല്ലാഹ്. ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം നിന്റെ ത്വാഅത്തിലായി പ്രദാനം ചെയ്യണേ അല്ലാഹ്. എല്ലാവിധ ഖൈറുകളും നീ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണേ അല്ലാഹ്. ഉള്ളവരെ ജോലിയിൽ, കച്ചവടത്തിൽ, ബിസിനസ്സിൽ, ബിസിനസ് സ്ഥാപനങ്ങളിൽ, സംരംഭങ്ങളിൽ നീ ഖൈറും ബറക്കത്തും ചൊരിയണേ അല്ലാഹ്. ഞങ്ങൾക്ക് നൽകിയ മക്കളെയും നൽകാനിരിക്കുന്ന മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. ഞങ്ങളെയും ഞങ്ങളെ കുടുംബ
കുടുംബത്തെയും ഞങ്ങളെ മാതാപിതാക്കളെ ഞങ്ങളെല്ലാ മേഖലകളെയും നിന്റെ മഹാന്മാരുടെ തർബീയത്തിലും തദ്ബീറിലുമാക്കണേ അല്ലാഹ്. അവരുടെ കാവലിലാക്കണേ അല്ലാഹ്. വിശുദ്ധ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാഹ്, പ്രതികൂലമാക്കല്ല അല്ലാഹ്. ഇതിന്റെ മിസ്ര് സവാബ് ഞങ്ങളത് മരണപ്പെട്ട് ആരെല്ലാം എവിടെയെല്ലാം നിന്നെക്കൊള്ള മടങ്ങിയിട്ടുണ്ടോ, ഞങ്ങളെ ഉപ്പാപ്പമാരും ഉമ്മാവുമാരും കുടുംബാംഗങ്ങൾ, ഞങ്ങളെ ഗുരുവര്യന്മാർ, ശിഷ്യന്മാർ, സ്നേഹജനങ്ങൾ, ഇഷ്ടജനങ്ങൾ, ഈ സ്ഥാപനത്തിന് നേതൃത്വം നൽകിയ പലരും, അതുപോലെ മുൻകാലങ്ങൾ നേതൃത്വം നൽകിയ സഹായിച്ച സഹകാരികൾ മരണപ്പെട്ടവരുണ്ട്. ഈ മുഹിമ്മാത്തിന്റെ ഖബർസ്ഥാനിയിൽ ഉൾപ്പെടെ മറ്റു എവിടെയൊക്കെ ആരൊക്കെ നിന്നെക്കൊള്ള മടങ്ങിയിട്ടുണ്ടോ, ഞങ്ങളെ ഗുരുവര്യന്മാർ ഉൾപ്പെടെ മുഴുവൻ ആളുകളെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാഹ്. ഖബർ വിശാലമാക്കണേ അല്ലാഹ്. സ്വർഗീയാരാമൊരാരാവുമായി അവരുടെ ഖബറിടം നീ അലങ്കരിക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. دعاء وصية والسلام.